നമസ്കാരം. ജമ്മു ആൻഡ് കാശ്മീരിന് പ്രത്യേക അധികാരങ്ങൾ അല്ലെങ്കിൽ ചില പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകിയിരുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കപ്പെട്ടിട്ട് നാളെ 7 വർഷങ്ങൾ തികയുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ജമ്മു ആൻഡ് കാശ്മീരിൽ ഇപ്പോഴുള്ള സ്ഥിതിവിശേഷങ്ങൾ, ഇപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ജമ്മു ആൻഡ് കാശ്മീരിൽ ഉണ്ടായിട്ടുള്ളത്? ആർട്ടിക്കിൾ 370 2019 ഓഗസ്റ്റ് 5 റദ്ദ് ചെയ്യപ്പെടുന്നതിന് മുൻപ് ജമ്മു ആൻഡ് കാശ്മീരിൽ എന്തൊക്കെയായിരുന്നു സ്ഥിതിവിശേഷങ്ങൾ? രാഷ്ട്രീയക്കാരെങ്ങനെയായിരുന്നു? ആ ഭൂപ്രകൃതി എങ്ങനെയായിരുന്നു? ആ മേഖലയിലെ ജനങ്ങൾ എങ്ങനെയായിരുന്നു? ജമ്മു ആൻഡ് കാശ്മീർ എന്നുകൊണ്ട് ഞാൻ പറയുമ്പോൾ, ഇപ്പോൾ നമുക്കത് പറയുമ്പോൾ ജമ്മു കാശ്മീർ, ലഡാക്ക്, പാക് അധിനിവേശ കാശ്മീർ, ഈ 4 ഭൂപ്രദേശങ്ങളും ചേർത്ത് വേണം പറയുവാൻ. കാരണം പാക് അധിനിവേശ കാശ്മീറും ഭാരതത്തിൻ്റെ സ്വന്തം തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു ദേശീയവാദിക്കോ അല്ലെങ്കിൽ ഒരു ഭാരതീയനും സംശയമുണ്ടാകേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, രാഷ്ട്രീയക്കാരുടെ പെരുമാറ്റങ്ങൾ, അവരുടെ മനോഭാവത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ആർട്ടിക്കിൾ 370 മുൻപ് അവർ എങ്ങനെയായിരുന്നു, റദ്ദ് ചെയ്യപ്പെടുന്നതിന് മുൻപ്, അതിനുശേഷം ആർട്ടിക്കിൾ 370 എടുത്ത് മാറ്റപ്പെട്ടതിന് ശേഷം എങ്ങനെയായിരുന്നു, പ്രാദേശികവാസികളുടെ, അവിടുത്തെ തദ്ദേശവാസികളുടെ മനോഭാവം ഭാരതത്തോട്, സൈന്യത്തോട്, നമ്മുടെ നിയമങ്ങളോട്, ഇതിനോടൊക്കെ എങ്ങനെയായിരുന്നു, അതിർത്തിക്കപ്പുറത്ത് നിന്നുള്ള ഭീകരവാദം, അതിനുള്ള ഏറ്റക്കുറച്ചിലുകൾ, ആർട്ടിക്കിൾ 370 മുൻപും പിൻപും, ഈ വിഷയങ്ങളെ എല്ലാം സംബന്ധിച്ച് സമഗ്രമായൊരു വിശകലനവും ഒരു വളരെയധികം വിശേഷപ്പെട്ട ഒരു വീക്ഷണകോണും നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുവാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് അതിവിശിഷ്ടനായൊരു അതിഥിയാണ്. ഒരു സൈനിക ഉദ്യോഗസ്ഥനാണ്, കേണൽ ഡെന്നി ശശിധരൻ. 22 വർഷങ്ങളുടെ സൈനിക സേവന പാരമ്പര്യമുള്ള അദ്ദേഹം ആ 22 വർഷങ്ങളുടെ പ്രവർത്തനത്തിൽ, സൈനിക സേവനത്തിൽ 8 വർഷങ്ങൾ ജമ്മു ആൻഡ് കാശ്മീരിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീക്ഷണകോണിലൂടെ ആർട്ടിക്കിൾ 370 മുൻപും പിൻപുമുള്ള ജമ്മു ആൻഡ് കാശ്മീർ, നേരത്തെ പറഞ്ഞതുപോലെ ലഡാക്ക്, പാക് അധിനിവേശ കാശ്മീർ, അവിടുത്തെ ഭീകരവാദം, രാഷ്ട്രീയക്കാരുടെ മനോഭാവങ്ങൾ, ഈ വിഷയങ്ങളെല്ലാം സംബന്ധിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. നമസ്തേ. സർ, ഒഫീഷ്യലായിട്ട് തന്നെ സാറിനോട് ചോദിക്കുകയാണ്, ആർട്ടിക്കിൾ 370 7 വർഷങ്ങളായി ഇപ്പോൾ ആർട്ടിക്കിൾ 370 നമ്മൾ റദ്ദ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 370 എന്നുള്ളൊരു സ്പെഷ്യൽ പ്രൊവിഷൻ കാശ്മീരിന് നൽകിയിരുന്ന ഒരു വ്യവസ്ഥ എടുത്തു കളഞ്ഞിട്ട്, ഈ ആർട്ടിക്കിൾ 370 സംബന്ധിച്ച് പറയുമ്പോൾ ആദ്യമായിട്ടൊരു സർവീസ്മാൻ, ഒരു ആർമി ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ എന്തായിരുന്നു ഈ ആർട്ടിക്കിൾ 370 നിങ്ങളെ സംബന്ധിച്ച്, ഒരു ഔദ്യോഗിക ജീവിതത്തിൽ ഒരു ആർമി മാനെ സംബന്ധിച്ച്? സാറ് കാശ്മീരിൽ ഡിപ്ലോയിഡ് ആയിരുന്നു, നമ്മൾ തമ്മിൽ സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞു, ആ ഡിപ്ലോയിഡ് ആയിരുന്ന ഒരു സർവീസ്മാനെ സംബന്ധിച്ച് ആർട്ടിക്കിൾ 370 എങ്ങനെയാണ് നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തെയും കൃത്യനിർവഹണത്തെയും ഒക്കെ ബാധിച്ചിരുന്നത് അല്ലെങ്കിൽ സ്വാധീനിച്ചിരുന്നത്? ശ്രീ മനോജ്, ഇതിനകത്ത് ആർട്ടിക്കിൾ 370 ഒരു മിലിറ്ററി പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് വലിയൊരു ഇമ്പാക്റ്റ് ഇല്ല. കാരണം നമ്മൾ ആർട്ടിക്കിൾ 370 ഉണ്ടായിരുന്ന സമയത്തും അതല്ലാത്ത സമയത്ത് നമ്മുടെ നേച്ചർ ഓഫ് ഓപ്പറേഷൻസ്, നമ്മുടെ ഹയറാർക്കി, അതെല്ലാം ഇതുമായിട്ട് വലിയ ലിങ്ക് ഇല്ല. പക്ഷേ നമ്മൾ പറയുമ്പം നമ്മളവിടെ ഒരു ഈ ആർമി എന്തിനാണ് പോവുക എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുകയാണ് ആളുകൾ. നമ്മളവിടെ ഒരു എയ്ഡ് ടു സിവിൽ അതോറിറ്റി, അതായത് സിവിലിയൻ സ്ട്രക്ചർ തകർന്നുകൊണ്ടാണ് ഇന്ത്യൻ ആർമി അവിടെ പോയിരിക്കുന്നത്. അതായത് 1990 അവിടെ കൗണ്ടർ ടെററിസം അത്രമാത്രം കൂടിയുണ്ട്, ജമ്മു കാശ്മീർ പോലീസിന് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു ഡിപ്ലോയ്മെന്റ് ആണ് ഇന്ത്യൻ ആർമി ചെയ്തേക്കുന്നത്. അപ്പൊ ഇന്ത്യൻ ആർമി ഓഫ്കോഴ്സ് ലൈൻ ഓഫ് കൺട്രോളിന്റെ, അതായത് നമ്മളെ അതിന്റെ ഭാഗമായിട്ട് ഒരു ബോർഡർ മാനേജ്മെന്റ് പോസ്ചർ ഉണ്ട്. പക്ഷെ അതല്ലാതെ അതിന്റെ ഇന്റേണൽ, അതായത് ഹിൻഡർലാൻഡ് എന്ന് പറയുന്ന ഇന്റേണലിലും നമ്മൾ രാഷ്ട്രീയ റൈഫിൾസിൽ നമ്മൾ ഡിപ്ലോയിഡ് ആണ്. അതിന്റെ ബേസിക് എയിം നമ്മൾ അവിടുത്തെ സ്റ്റെബിലിറ്റി, നമ്മൾ അവിടുത്തെ പീസ് കൊണ്ടുവരിക, നമ്മൾ അവിടുത്തെ പ്രോഗ്രസ് കൊണ്ടുവരാൻ ഗവൺമെന്റിനെ സഹായിക്കുക എന്നുള്ളതാണ്. അപ്പം ആ രീതിയിൽ നമ്മളെ നേച്ചർ ഓഫ് ഓപ്പറേഷൻസ് മാറിയിട്ടില്ല, നമ്മളെ മാൻഡേറ്റ് മാറിയിട്ടില്ല, നമ്മളെ മറ്റു കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. പക്ഷെ എന്താണ് മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ ഈ മിലിറ്ററി എന്ന് പറഞ്ഞത് ഒരു ടൂളാണ്, ഗവൺമെന്റിന്റെ, യൂണിയൻ ഗവൺമെന്റ് ഒരു ടൂളാണ് ടു എൻഷുർ ദാറ്റ് ദർ ഇസ് നാഷണൽ ഇന്റഗ്രിറ്റി, അത് നിലനിർത്തുക, അതുപോലെ തന്നെ ഒരു ഏരിയയിൽ പീസ് കൊണ്ടുവരിക. അപ്പൊ അത് ഒരു പീസ് കൊണ്ടുവരുന്ന വെച്ചാൽ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ കൂടിയാണ്. അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് ഇപ്പം ഹൗ ഡസ് ഇറ്റ് എഫക്ട്, എങ്ങനെയാണ് അതിനെ എഫക്ട് ചെയ്യുക എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പം ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ഇപ്പം ആർട്ടിക്കിൾ 370 വരുന്നതിന് മുൻപായിരുന്നെങ്കിൽ അവിടെ ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എൻവയറമെന്റ് ആയിരുന്നു. അതായത് ബിക്കോസ് അവിടെ ഒരു ലോക്കൽ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, അവിടുത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വളരെ ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു.
പക്ഷെ ഈ ആർട്ടിക്കിൾ 370 വന്നപ്പോൾ എന്ത് പറ്റി, നമ്മൾ ഈ ഒരു മെന്റൽ ബ്ലോക്ക്, അതായത് ജമ്മു ആൻഡ് കശ്മീർ എന്തോ ഡിഫറെന്റ് ആണ് എന്നുള്ളൊരു തോന്നൽ അവിടുത്തെ ആളുകൾക്കുണ്ട്. ഇവിടുന്ന് ഇന്ത്യയുടെ മറ്റു ഭാഗത്തു നിന്ന് പോകുന്ന ആളുകൾക്ക് എപ്പോഴും തോന്നിയിരുന്നു അവർക്കൊരു ഡിഫറെന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഡിഫറെന്റ് ഫ്ലാഗ്, ഡിഫറെന്റ് രീതിയിലുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഒരു ഡിഫറെന്റ് എന്നുള്ള നിലയിലുള്ള ആ മെന്റൽ ബ്ലോക്ക് അങ്ങ് മാറി. ആ മെന്റൽ ബ്ലോക്ക് മാറിയപ്പോൾ എന്ത് പറ്റി, നമ്മൾ ഒരു നാഷണൽ ഇന്റഗ്രേഷനിലേക്ക് കുറച്ചും കൂടെ അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അതായത് അവിടെ ലാൻഡ് വാങ്ങിക്കാനുള്ള വ്യവസ്ഥ വന്നു. അപ്പൊ പുറത്തുനിന്ന് ആളുകൾ വരാൻ തുടങ്ങി. പുറത്തുനിന്ന് ആളുകൾ വന്ന് അവിടെ ഇൻവെസ്റ്റ്മെന്റ് വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവിടുത്തെ തൊഴിൽ കിട്ടാൻ തുടങ്ങി ആ ജനങ്ങൾക്ക്. അവിടെ ടൂറിസം ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി. ടൂറിസം ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ അതർവൈസ് അവർ ഈ ആംസും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴത്തേക്ക് അവർക്ക് അവിടെ തൊഴിൽ കിട്ടുന്നുണ്ട്, അവർക്ക് സമാധാനം കിട്ടുന്നുണ്ട്, അവർക്ക് അവിടെ മൊബൈൽ കിട്ടുന്നുണ്ട്, അവർക്ക് അവിടെ ബോളിവുഡ് സിനിമ വരുന്നുണ്ട്, അവിടെ അവരെ എന്താ പറയുക മാരത്തൺ നടക്കുന്നുണ്ട്, സിനിമ ഷൂട്ടിംഗ് നടക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അവരുടെ ലൈവ്ലിഹുഡ് വരുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടെ ഈസിയാണ് ആഫ്റ്റർ 370 ടു ഡു അവർ ഓപ്പറേഷൻ ഇൻ ദ ഹിന്റർലാൻഡ്. പക്ഷേ അലോങ് ദ ലൈൻ ഓഫ് കൺട്രോൾ നത്തിങ് ഹാസ് ചേഞ്ച്. കാരണം അവിടെ ഇപ്പോഴും പാകിസ്ഥാൻ ചെയ്യുന്നത് അവിടുന്ന് നുഴഞ്ഞു കയറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കൗണ്ടർ ടെററിസം ഗ്രിഡ് അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സോ ഓവറോൾ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ പൊളിറ്റിക്കൽ ഡിസിഷൻ. ആ 370 റിമൂവ് ചെയ്ത പൊളിറ്റിക്കൽ ഡിസിഷനാണ്. ആ പൊളിറ്റിക്കൽ ഡിസിഷന്റെ ഭാഗമായിട്ട് കശ്മീരിൽ എക്കണോമിക്കലി സാമ്പത്തികമായിട്ട് അവർക്ക് വളർച്ച വന്നിട്ടുണ്ട്, പൊളിറ്റിക്കലായിട്ട് അവിടെ സ്റ്റെബിലിറ്റി വന്നിട്ടുണ്ട്, അവരുടെ തന്നെ ഒരു ഗവൺമെന്റ് ഫോം ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ധാരാളം ഇൻവെസ്റ്റ്മെന്റ്, ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ കണ്ടു. അവിടുത്തെ ഇപ്പം വന്ദേ ഭാരത് പോലും അങ്ങോട്ട് പോകുന്നുണ്ട്, ട്രെയിൻ സർവീസുകളുണ്ട്, എയർപോർട്ട് ബെറ്റർ ആയിട്ടുണ്ട്, അങ്ങനെ റോഡ്സ് ബെറ്റർ ആയിട്ടുണ്ട്. ആ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് മറ്റു കാര്യങ്ങളൊക്കെ വരാനുള്ള വലിയൊരു ഘടകം ഈ ആർട്ടിക്കിൾ 370 മാറ്റിയത് തന്നെയാണ്. അപ്പോൾ ഓവറോൾ ദാറ്റ് വേ യെസ് ഡെഫിനറ്റ്ലി ഒരു മാറ്റമുണ്ട്. അതർവൈസ് നേച്ചർ ഓഫ് ഓപ്പറേഷൻസിന് ദർ ഇസ് നോ ചേഞ്ച്. ഇനി സിവിലിയൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞു അവർ തന്നെ ഈ കശ്മീരീസിനൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു, ഭാരതീയർക്ക് പൊതുവേ ഉണ്ടായിരുന്നു, കശ്മീരിന് പുറത്തുള്ളവർക്ക് ഇതൊരു ഡിഫറൻറ്റ് സ്ഥലമാണ് അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലമാണ്. കശ്മീരികൾക്ക് പൊതുവെ ഭാരതത്തോടും ആർമിയോടുമുള്ളൊരു മനോഭാവം എന്തായിരുന്നു? ആർട്ടിക്കിൾ 370 മുമ്പുള്ള കാര്യമാണ് ചോദിച്ചത്. അത് കഴിഞ്ഞിട്ട് ഈ വികസനം വന്നതിന് ശേഷമുള്ള വിഷയത്തിലേക്ക് നമുക്ക് വരാം. അതിന് മുൻപ് താങ്കളുടെ അനുഭവത്തിൽ എങ്ങനെയായിരുന്നു അവർ ഭാരതത്തെയും ഭാരതീയ സൈന്യത്തിനെയും കണ്ടിരുന്നത്? ഞാൻ അതിന് ശ്രീ മനോജ് 3 ടൈം പീരീഡ് ആയിട്ട് പറയാം. 1999 ഞാൻ ആദ്യമായിട്ട് കശ്മീർ ചെന്ന സമയത്ത്, ആ സമയത്ത് കാർഗിലൊക്കെ ജസ്റ്റ് കഴിഞ്ഞ ആ സമയം ഒരു പീരീഡാണ്. ആ സമയത്ത് നമ്മളെ നേരിട്ട് ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരു കശ്മീർ കാണുമ്പോൾ അവർക്കൊരു ഭയം ഉണ്ടായിരുന്നു. അതായത് ഭയം ആർമിയുടെ അഗേൻസ്റ്റ് ആയിട്ടല്ല, അവർ ആർമിയായിട്ട് സംസാരിക്കുന്നത് വേറെ ആരെങ്കിലും കാണുകയാണെങ്കിൽ അവർക്ക് പ്രശ്നം വരും. അപ്പൊ അവര് അവിടെ ഒരു ദൂരെ തന്നെ നിൽക്കുമായിരുന്നു. അപ്പം അവിടെ ആ രീതിയിലുള്ള ടെററിസം ഭയങ്കരമായിട്ടുള്ള ഒരു സമയമാണ്, കാലഘട്ടമായിരുന്നു. 1999, 2001 നമ്മൾ റെക്കോർഡ്സിലൊക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ടെററിസ്റ്റ് ന്യൂട്രലൈസ് ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു. കാരണം അവിടെ നിന്നുള്ള ഫോഴ്സസ് കാർഗിലേക്ക് പോയപ്പോൾ അവിടെ ഒരു വോയിഡ് പോലായി. അങ്ങനെ ധാരാളം നുഴഞ്ഞുകയറ്റം സംഭവിച്ചുകൊണ്ട് അവിടെ ആ സമയത്ത് ധാരാളം ഓപ്പറേഷൻസ് ഒക്കെ നടന്ന സമയമാണ്. അപ്പൊ ആ സമയത്ത് ഒരു ഭയമായിരുന്നു ജനറലി സിവിലിയൻസ് ഉണ്ടായിരുന്നത്. ആൻഡ് ഓൾസോ ഈ കാലാകാലങ്ങളിലുള്ള പ്രൊപ്പഗാൻഡ കാരണം അവരെന്തോ വ്യത്യാസമാണ്, അവർക്കിനി ഉടനെ തന്നെ അവർക്കൊരു ഇൻഡിപെൻഡൻസ് കിട്ടാൻ പോകുന്നു എന്നൊക്കെയുള്ള നിലയിലേക്കുള്ള ഒരു നരേറ്റീവ് അവിടെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇൻഫാക്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ അവിടെ ചെന്ന സമയത്ത് ഈ പഴയകാല ചില സറണ്ടേഡ് ആയിട്ടുള്ള ടെററിസ്റ്റ് ഒക്കെ നമ്മുടെ അടുത്ത് പറയായിരുന്നു, ഞങ്ങൾ അവിടുത്തെ വാച്ച് ടൈമിംഗ് പോലും ഞങ്ങൾ മാറ്റിയായിരുന്നു. പാകിസ്ഥാന്റെ ടൈമിംഗ് ആയിട്ടൊക്കെ ഉള്ള രീതിയിലേക്ക് അവർ വാച്ച് പോലും അവർ മാറ്റി വെച്ചിരുന്നു. കാരണം അവർ ഇത് 1990s കാരണം അവർക്ക് എല്ലാം ഇനിയിപ്പോ ഇന്ത്യയിൽ നിൽക്കുന്നില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് അവർ മാറ്റിയെടുത്തിരുന്നു. അപ്പൊ അത്രമാത്രം ബ്രെയിൻ വാഷിങ്, അത്രമാത്രം പ്രൊപ്പഗാൻഡ അവിടെ ചെയ്തുകൊണ്ട് ഒരു അലിയനേഷൻ, അതായത് ഇന്ത്യ എന്ന് പറയുന്നത് എന്തോ വേറൊരു സംഭവമാണെന്ന് ഒരു നല്ലൊരു ശതമാനം ആളുകൾ വിചാരിച്ചു. എല്ലാവരും വിചാരിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നല്ലൊരു ശതമാനം ആളുകൾ വിചാരിച്ചു. പക്ഷെ അവിടെ തന്നെ എന്നാലും ഈ ഭാരതത്തിന് കൂടെ നിൽക്കണം എന്നുള്ള ആഗ്രഹമുള്ള ധാരാളം ആളുകളുണ്ടായിരുന്നു. ഇതിനകത്തൊന്നും വലിയ റോൾ ഇല്ല എന്ന് വിചാരിക്കുന്ന ആളുകളും ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഫിയർ ഓഫ് ഗൺ എന്ന് പറയുന്ന പോലെ ഈ തോക്കിന്റെ ഭയം കാരണം അവർ ആർമിയുടെ അടുത്ത് വരികയോ ആർമിയെ സപ്പോർട്ട് ചെയ്യുകയോ ഒന്നും ചെയ്യത്തില്ലായിരുന്നു. ആ രീതിയിലായിരുന്നു. പിന്നീട് ഒരു 2003, 2005 ആയപ്പോഴത്തേക്ക് പിന്നെ സമയം മാറി. അവർ നമ്മുടെ അടുത്ത് വരാൻ തുടങ്ങി, കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അവന്നാണ് ഈ അമൻ കി ആശ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീ അടൽ ബിഹാരി വാജ്പേയി നമ്മുടെ അവിടുത്തെ ഊരി കമാൻ ബ്രിഡ്ജൊക്കെ തുറക്കുക, കുറച്ചും കൂടെ ഒരു കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഒന്ന് അവിടെ സീസ് ഫയർ ഒക്കെ ആയി, ലൈൻ ഓഫ് കൺട്രോളിലൊക്കെ. ആ സമയത്ത് ഈ സിവിലിയൻസ് ഒക്കെ കുറച്ചും കൂടെ നമ്മുടെ അടുത്ത് ഇടപെടാനും മറ്റു കാര്യം, അവർ ആ പഴയത്തെ ഭയം പോയി. പിന്നീട് 2011-13 കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ടോട്ടലി ഭയം പോയി. അവർ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ പബ്ലിക് സിവിലിയൻസ് സുപ്രീമസി എന്നുള്ള രീതിയിലേക്ക് അവരെ വരാൻ തുടങ്ങി. അതായത്
സിവിലിയൻസിന് അവരുടെ റൈറ്റ്സ് ഉണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഡെവലപ്മെന്റിനെ കുറിച്ച് അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലൊന്നും അത്ര ചർച്ച ആയില്ലെങ്കിൽ പക്ഷെ അവർക്ക് പാകിസ്ഥാനെ കുറിച്ച് വലിയ മതിപ്പില്ലാത്ത രീതിയിലേക്ക് പോകാൻ തുടങ്ങി. കാരണം അവിടുത്തെ അവസ്ഥയും വഷളായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഓവറോൾ ഞാൻ പറയുകയാണെങ്കിൽ ഈ ആർട്ടിക്കിൾ 370 മുമ്പ് ഒരു എലിയനേഷൻ ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു. അത് അവരുടെ കാലാകാലങ്ങളിലുള്ള ഇതിൽ അവർ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ അവരുടെ വിസിബിൾ ആയിട്ട് അവർ എക്സിബിറ്റ് ചെയ്തിരുന്നു. പക്ഷെ എനിക്കൊന്ന് 370 കഴിഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ അവർ ഓപ്പൺ ആയിട്ട് പുറത്ത് പറയാൻ തുടങ്ങി വേണം നമുക്ക് പറയാൻ. തീർച്ചയായിട്ടും. ഈ 370 മുമ്പ് ഈ പൊളിറ്റീഷ്യൻസിൻ്റെ റോൾ അവിടെ എന്തായിരുന്നു? രാഷ്ട്രീയക്കാരുടെ, ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രാദേശികമായ രാഷ്ട്രീയക്കാർ, അബ്ദുള്ള സൻ മുഫ്തീസ്, അങ്ങനെ ഉള്ളൊരു ഡൈനാസ്റ്റി ലെഗസി ഉണ്ടായിരുന്നല്ലോ അവിടെ. ആ ഒരു പരമ്പരാഗതമായിട്ട് തന്നെ അധികാരം കൈയാളിയിരുന്നവരുടെ ഒരു മനോഭാവം എന്തായിരുന്നു? അവർ പാകിസ്ഥാനോടൊപ്പമായിരുന്നോ, ഭാരതത്തോടൊപ്പമായിരുന്നോ, അതോ സ്വന്തം താല്പര്യങ്ങൾക്കൊപ്പം മാത്രമായിരുന്നു? എങ്ങനെയാണ് താങ്കളുടെ അഭിപ്രായം അതിനെ സംബന്ധിച്ച്? കൂടായിരുന്നു, അവർക്ക് എപ്പോ വേണമെങ്കിലും കളർ മാറാമായിരുന്നു. ആൻഡ് ശ്രീ മനോജ്, ഞാൻ ഐ തിങ്ക് പല പൊളിറ്റീഷ്യൻസിനെ കണ്ടിട്ടുണ്ടെങ്കിൽ വൺ ഓഫ് ദ മോസ്റ്റ് കറപ്റ്റ്, ഏറ്റവും കൂടുതൽ കറപ്റ്റ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ് കണ്ടിട്ടുള്ള കശ്മീരിൽ തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. അതായത് വളരെ കറപ്റ്റ് ആയിട്ടുള്ള, ഇപ്പോഴത്തെ അല്ല ഞാൻ പറയുന്നത്, ആ കാലഘട്ടത്തിലൊക്കെ വളരെ, അതായത് എന്തെങ്കിലും ഒരു പദ്ധതി അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ താഴെ തട്ടിൽ എത്തണമെങ്കിൽ അതൊന്നും അവിടെ എത്തത്തില്ലായിരുന്നു. അത്രമാത്രം കറപ്ഷൻ ഉള്ള ഒരു സിസ്റ്റം ആയിരുന്നു അവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റം. അതുകൊണ്ടാണ് ഇത്രയും ഈ ഒരു കാര്യങ്ങൾ വഷളാവാനുള്ള ഒരു മെയിൻ റീസൺ. അതായത് നമ്മളിപ്പം മിലിറ്ററി ഒരു പരിധി വരെ നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റൂ. അത് കഴിഞ്ഞിട്ട് പൊളിറ്റിക്കലായിട്ട് അവർ ഇൻവോൾവ്മെന്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ അവിടെ സമാധാനം വരത്തുള്ളൂ. കാരണം അൾട്ടിമേറ്റ്ലി രാഷ്ട്രീയപരമായിട്ടാണല്ലോ അതിനെ സോൾവ് ചെയ്യേണ്ടത്. അവിടെ ഇവർക്ക് വലിയ ഒരു വീഴ്ച പറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരവരുടെ താല്പര്യം മാത്രമേ നോക്കിയുള്ളൂ. അപ്പൊ ചില സമയത്ത് അവർ പാകിസ്ഥാനെ ഓപ്പൺ ആയിട്ട് സപ്പോർട്ട് ചെയ്യുമായിരുന്നു, ചില സമയത്ത് അവരൊരു 50-50 അങ്ങോട്ട് നിൽക്കും ഇങ്ങോട്ട് നിൽക്കും, ചില സമയത്ത് അവർ ഓപ്പൺ ആയിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് കൂടെ നിൽക്കും. ഇവിടെ ഇന്ത്യൻ ഗവൺമെന്റ് മിനിസ്ട്രിയിൽ വരും, അവിടെ മിനിസ്റ്ററൊക്കെ ആവും, അത് കഴിഞ്ഞിട്ട് വേണം വീണ്ടും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മാറും. അങ്ങനെ അവരവരുടെ താല്പര്യം നോക്കാൻ വേണ്ടി മാത്രം നിന്ന ഒരു പൊളിറ്റീഷ്യൻസ് ആയിരുന്നു. അതിനകത്ത് ഈ ഫാമിലി പൊളിറ്റീഷ്യൻസ് അവരുടെ തന്നെ എന്താ പറഞ്ഞ ഒരു രാജാവ് എന്നുള്ള നിലയിൽ കശ്മീരി സാധാരണക്കാർ, കശ്മീരി ഒരു പ്രജകൾ എന്നുള്ള നിലയിൽ തന്നെ ആയിരുന്നു ട്രീറ്റ് ചെയ്തത്. വലിയ രീതിയിലുള്ള കറപ്ഷൻ ഉണ്ടായതാണ് എനിക്ക് തോന്നുന്നു ഇത്രയും നാള് ഇത് സസ്റ്റെയിൻ ചെയ്യാൻ പോയത്. അതുകൊണ്ട് എനിക്ക് ഒരു പ്രൈം റീസൺ രാഷ്ട്രീയക്കാരുടെ അഭാവം, രാഷ്ട്രീയക്കാരുടെ ഈ ഒരു കറപ്ഷൻ, ഈ അഴിമതിയുടെ വലിയൊരു റോൾ ഉണ്ടായതാണ് ഇത്രയും നാള് ഈ ടെററിസം പിടിച്ചു നിന്നത് അവിടെ. തീർച്ചയായിട്ടും. പക്ഷേ ഈ പ്രാദേശികമായിട്ടുള്ള ഒരു പിന്തുണയും ഈ ഭീകരവാദികൾക്കില്ലായിരുന്നു. ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇവർ പലരും ഈ നുഴഞ്ഞുകയറ്റക്കാരുണ്ട്, ഒരു ഇൻഫിൽട്രേറ്റേഴ്സ് ഉണ്ട്. പക്ഷെ അവർക്കൊരു സുരക്ഷിത താവളം ഒരുക്കുന്നതിലും പ്രാദേശികവാസികളുടെ ഒരു സഹായം എല്ലാ കാലത്തും ഇല്ലായിരുന്നു. താങ്കളുടെ അഭിപ്രായം എങ്ങനെയാണ്? 100% അതെപ്പോഴും ഉണ്ട്. അതില്ലാതെ പറ്റത്തില്ലല്ലോ. അവരാ നമ്മൾ വിളിക്കുന്നത് തന്നെ ഓവർ ഗ്രൗണ്ട് വർക്കേഴ്സ് എന്നാണ്, OGW. അതായത് അവിടെ അതിനു വേണ്ടിയുള്ള ഒരു ഇക്കോസിസ്റ്റം ഉണ്ടായിരുന്നു. അതായത് പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറ്റി വന്നു കഴിഞ്ഞാൽ അവർക്ക് സംരക്ഷണം കൊടുക്കാനും അവർക്ക് ഗൈഡ് ചെയ്യാനും അവർക്ക് വേണ്ടുള്ള മെസ്സേജും ഇൻഫർമേഷനും മെഡിസിൻ മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയുള്ള ഇക്കോസിസ്റ്റം ഇപ്പോഴും ഉണ്ട്. എല്ലാവരും അല്ല, പക്ഷെ ഇപ്പൊ വളരെ കുറഞ്ഞു. അന്ന് 2 കാരണം കൊണ്ടായിരുന്നു അവരത് ചെയ്തിരുന്നത്. ഈവൻ 3 കാര്യങ്ങൾ. ഒന്ന്, ഭയം. ഞാൻ പറഞ്ഞ പോലെ ഒരു വീട്ടിൽ കയറി ചെന്ന് ഒരു തോക്കുമായിട്ട് നിന്ന് കഴിഞ്ഞാൽ അവിടെ എല്ലാ സ്ഥലത്തും ആർമി എത്തണമെന്നില്ല. അപ്പൊ അവർക്ക് ഭയം കൊണ്ട് അവർ ചെയ്യുമായിരുന്നു. രണ്ടാമത്, സാമ്പത്തികമായിട്ട് എന്തെങ്കിലും നേട്ടം കിട്ടുന്നത്. കാരണം ഇവര് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും കൊടുക്കുമ്പോൾ അതിൽ നിന്ന് വാങ്ങിക്കാൻ. മൂന്നാമതായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം ഐഡിയോളജി. അതായത് വളരെ തീവ്രമായിട്ട് മതത്തിനെ വിശ്വസിക്കുന്ന ചിലവർ, അവരെ മതത്തിന്റെ വേണ്ടി വരുന്നവരാണ് എന്ന് വിചാരിക്കുന്നവർ അവരങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷെ ഡെഫിനറ്റ് ആയിട്ട് അങ്ങനെ ഒരു ഇക്കോസിസ്റ്റം അവിടെ ഉണ്ട്. തീർച്ചയായിട്ടും. പിന്നെ ഈ അതിൻ്റെ മറ്റൊരു കുറച്ചും കൂടി ഒരു വികസിതമായിട്ടോ അല്ലെങ്കിൽ ഒരു ദൈനംദിന ജീവിതത്തെ ബാധിച്ചിരുന്ന തരത്തിലുള്ള ഒന്നാണ് ഈ കല്ലേറ്, സ്റ്റോൺ പെൽറ്റിങ്. കാരണം അതിർത്തിക്ക് അപ്പുറത്ത് നിന്ന് 500 രൂപ വാങ്ങിയിട്ടുള്ള ഒരു സ്റ്റോൺ പെൽറ്റിങ്, അതിൻ്റെ ഒരു രാഷ്ട്രീയം എന്തായിരുന്നു? ഇവരുടെ ഒരു മതം തന്നെയാണോ, താങ്കൾ പറഞ്ഞതുപോലെ ഒരു ഐഡിയോളജി ബേസ്ഡ് ആണോ, അതോ ഭയം കൊണ്ടല്ല? കാരണം പള്ളി കഴിഞ്ഞ് എല്ലാ വെള്ളിയാഴ്ചയും ഇതൊരു സ്ഥിരം കലാപരിപാടിയാണ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക, സ്പോൺസേർഡ് പ്രോഗ്രാം പോലെ നടക്കുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് ഭയമായിരിക്കില്ല. മറ്റെന്തായിരുന്നു ഇതിന്റെ പിന്നിലുള്ള ഒരു രാഷ്ട്രീയം, ഈ കല്ലേറിന്റെ? ഇതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അതിനെ കോപ്പി ചെയ്തത് മറ്റേ ഇന്തിഫദ എന്ന് പറയുന്നിട്ട് നമ്മുടെ പലസ്തീനിയൻ അവിടെ നിന്ന് ഒരു സംഭവമായിരുന്നു. അപ്പൊ അവിടെ അവർ കണ്ടു ഇസ്രേലി ആർമിക്ക് അഗേൻസ്റ്റ് ആയിട്ട് ഈ ഒരു കല്ല് വെച്ചിട്ട് ടാങ്ക്സിനെയും മറ്റു കാര്യങ്ങളൊക്കെ നേരിടാൻ പറ്റും എന്നുള്ളത്. അത് ലോ കോസ്റ്റ് അഫയർ ആണ്. പക്ഷെ അതിനകത്ത് ഇവർക്ക് ഒരു ലോ കോസ്റ്റ് അഫയർ ആണെങ്കിലും ഇവർക്ക് വലിയ പബ്ലിസിറ്റി കിട്ടും. അതിനെന്താ കാരണം വെച്ചാൽ ഈ കൊച്ചു കുട്ടികളെ ആയിരിക്കും ഇവര് ഫ്രണ്ടിൽ നിർത്തുക. അപ്പൊ ഈ കൊച്ചു കുട്ടികളെ ഫ്രണ്ടിൽ നിർത്തി കഴിഞ്ഞിട്ട് അവരെ കൊണ്ട് കല്ലേറിക്കുക, അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് കല്ലേറി.
ഈ കുട്ടികളെ കൊണ്ടുവരുന്ന ആളുകൾ ദൂരെ നിന്ന് വാച്ച് ചെയ്യത്തെ മാത്രമേ ഉള്ളായിരുന്നു. അപ്പം അവര് ഏതെങ്കിലും പിന്നെ ഈ ഫോഴ്സസ് അഥവാ എന്തെങ്കിലും രീതിയിൽ തിരിച്ചടിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാഷ്വാലിറ്റീസ് ഉണ്ടാവുന്ന ആക്ച്വലി ആ സമയത്ത് കൊച്ചുകുട്ടികളായിരിക്കും. കാരണം അവരായിരിക്കും ഏറ്റവും ഫ്രണ്ട് നിർത്തുന്നത്. അവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അവരായിരിക്കും ഫ്രണ്ട് നിർത്തുന്നത്. അവർ അവിടുന്ന് കല്ലേറുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും. അപ്പൊ ആ രീതിയിൽ വരുമ്പോൾ അവർക്കൊരു ഗ്ലോബൽ ഇമ്പാക്ട് കിട്ടും. നോക്കൂ എത്ര ബ്രൂട്ടലിയാണ് അല്ലെങ്കിൽ എത്ര ക്രൂരമായിട്ടാണ് ഈ ഫോഴ്സസ് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത് എന്നുള്ള രീതിയിലേക്ക് വരാൻ വേണ്ടിയുള്ള നരേറ്റീവ് അവർക്കവിടെ സൃഷ്ടിക്കാൻ സാധിക്കും. അപ്പൊ ഞാൻ പറയുന്ന വെച്ചാൽ ഈ കല്ലേറ് വാസ് പ്യുവർലി ഒരു എന്താ പറഞ്ഞ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജിൽ അവർ 2020 എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. സാർ ഞങ്ങളുടെ അടുത്തൊക്കെ നമ്മുടെ അടുത്തൊക്കെ അടുപ്പമുള്ള ചില ചെറുപ്പക്കാർ പറയായിരുന്നു, സാർ ഇന്ന് ആ റൂട്ടിലോട്ട് വരല്ലേ, ഇന്ന് ഞങ്ങൾ അവിടാണ് 2020. അതിന്റെ അർത്ഥം അവിടെ അവർ കല്ലേറ് തുടങ്ങും. അവർ നേരത്തെ പറഞ്ഞ പോലെ 500 രൂപ ഒരാൾക്ക് കിട്ടും. അപ്പൊ അവിടെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളായിരിക്കും. 2 മണിക്കൂർ ഒന്ന് കല്ലേറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 500 രൂപ കിട്ടും. അതിന് പോകും. ബാക്കിൽ നിന്നിട്ട് ഒരാള് അവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കും, ആരൊക്കെ വന്നു ആരൊക്കെ വന്നില്ല. അപ്പൊ അങ്ങനത്തെ ഉള്ളതാണ്. അത് എന്തായാലും ഇപ്പൊ നോക്കുക, ഫണ്ടിങ് നിർത്തി ആ കല്ലേറ് നിന്നു. ഈ പക്ഷേ ആർമിയുടെ ഒരു കോൺവോയ് ഒക്കെ പലപ്പോഴും തടസ്സപ്പെടുത്തി അപകടകരമായിട്ടുള്ള രീതിയിലേക്കുള്ള ആക്രമണങ്ങളിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യമൊക്കെ അവിടെ ഉണ്ടായിട്ടില്ലേ? ഒന്നെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു കോൺവോയ് മൂവ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടാർഗറ്റിനെ ലക്ഷ്യമിട്ട് നിങ്ങൾ പോകുമ്പോഴോ ഒരു ടെററിസ്റ്റിനെ നിങ്ങൾ സീസ് ചെയ്യാനോ അല്ലെങ്കിൽ ന്യൂട്രലൈസ് ചെയ്യാനോ പോകുമ്പോൾ ഈ ജനക്കൂട്ടം നിങ്ങൾക്കൊരു തടസ്സമായി നിന്ന് പലപ്പോഴും ഒരു ആക്രമണം തന്നെ നിങ്ങളുടെ കോൺവോയ്ക്കൊക്കെ നേരെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടില്ലേ? തീർച്ചയായിട്ടും എത്രയോ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അതൊരു ടാക്ടിക്സ് ആണ്. അതൊരു അഗൈൻ നമ്മളൊരു കോൺവോയ് പോകുമ്പോൾ കോൺവോയ് അറ്റാക്ക് ചെയ്യുക. കാരണം കോൺവോയ് പോവുകയാണ് സ്പീഡിൽ, ആ സമയത്ത് കല്ലേറ് ഉണ്ടാക്കുക അല്ലെങ്കിൽ അതിനകത്ത് ഗ്രനേഡ് ലോബ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ സാധാരണമായിട്ട് നടക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഞാൻ ഈ പറഞ്ഞ 99, 2005, 2003, 2005 കഴിഞ്ഞിട്ടാണ് ഈ കല്ലേറിന്റെ സീസൺ തുടങ്ങിയത്. ആ സമയത്ത് ഡെഫിനറ്റ്ലി കല്ലേറ് ചെയ്യും അവര്. ആൻഡ് ഓൾസോ കല്ലേറ് നടക്കുന്ന വേറൊരു സമയം എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു വില്ലേജിൽ പോയി, ഒരു ഗ്രാമത്തിൽ ഒരു ടെററിസ്റ്റ് അവിടെ കുടുങ്ങി നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ അതിനെ കംപ്ലീറ്റ്ലി കോർഡൺ ചെയ്തിട്ട് നമ്മൾ അവരെ ആദ്യം നമ്മൾ പതുക്കെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയായിരിക്കും അയാളെ ആ ടെററിസ്റ്റിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി. ആ സമയത്ത് ബാക്കിൽ നിന്ന് കല്ലെറിയുന്ന സംഭവങ്ങളുണ്ട്. ഈ സിവിലിയൻസ് കൊണ്ട് ചെയ്യിപ്പിക്കും അവരെ കൊണ്ട്. കാരണം അവർക്ക് എങ്ങനെയെങ്കിലും ഈ ടെററിസ്റ്റിനെ അവിടുന്ന് എക്സ്ട്രിഗേറ്റ് കൊണ്ടുപോകാൻ വേണ്ടി അപ്പൊ കല്ലെറിയുമ്പോൾ നമ്മളെ ശ്രദ്ധ മാറും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അല്ലെങ്കിൽ നമ്മളിപ്പം ഏതെങ്കിലും ഒരു വില്ലേജിൽ പോയിട്ട് നമ്മൾ ആരെങ്കിലും ഇപ്പൊ എടുത്തുകൊണ്ട് വരികയാണ്, ഏതെങ്കിലും ഒരു ടെററിസ്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓവർഗ്രൗണ്ട് വർക്കർ എന്നുള്ള നിലയിൽ കൊണ്ടുവരും, അപ്പോഴും കല്ലേറ് വരുന്നുണ്ട്. അപ്പൊ ഇതൊരു ടാക്ടിക്സ് ആണ്, ലോ കോസ്റ്റ് ടാക്ടിക്സ് ആണ്. നമ്മളെ അറ്റാക്ക് ചെയ്യാൻ മാത്രമല്ല അതിനെ ഡൈവേർട്ട് ചെയ്യാനും അതുപോലെ തന്നെ നമ്മളൊരു ഈ കുട്ടികളെ കൊണ്ടത് ചെയ്യിപ്പിച്ച് അവരുടെ ഇൻവോൾവ്മെന്റും കൂടെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. റൈറ്റ്. പക്ഷേ അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്, ഇതിന് രണ്ടിനും ഒരു വ്യത്യാസം എനിക്ക് പുറമേ നിന്നുള്ളൊരു കാഴ്ചക്കാരൻ എന്നുള്ള രീതിയിൽ തോന്നുന്നു. കാരണം ഈ എല്ലാ വെള്ളിയാഴ്ചയുമുള്ള സ്ഥിരം കലാപരിപാടിയായിട്ടുള്ള കല്ലെറിയും ഒരു പർട്ടിക്കുലർ കോൺവോയ്ക്ക് നേരെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഉദ്ദേശവുമായിട്ട് പോകുന്നൊരു മിഷനുമായിട്ട് പോകുന്നൊരു കോൺവോയ്ക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണവും തമ്മിലുള്ളൊരു പ്രധാന വ്യത്യാസം എനിക്ക് തോന്നുന്നത്, തെറ്റാണെങ്കിൽ താങ്കൾ ദയവ് തിരുത്തണം. കാരണം ഈ കോൺവോയുടെ നേരെ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ കോൺവോയ് സ്വയരക്ഷയ്ക്ക് മാത്രമല്ല അവരുടെ മിഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം കോൺവോയുടെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകും. മറുവശത്ത് ജീവഹാനി ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ പരിക്കുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. സാധാരണ ഈ സ്ഥിരം വെള്ളിയാഴ്ചകളിലെ കലാപരിപാടിയിൽ പോലീസ് പലപ്പോഴും പ്രതികരിക്കാതെ നിൽക്കുന്ന, കാരണം അത് പോലീസിന് നേരെയാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. ആർമി ആയിരിക്കില്ല മറുവശത്ത്. ഈവൻ ആർമി ആണെങ്കിൽ പോലും സ്ഥിരം കലാപരിപാടിയാണെങ്കിൽ അവർ കഴിയുന്നത്ര സംയമനം പാലിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു കോൺവോയ് ഓൺ എ മിഷൻ തിങ്സ് ആർ ഡിഫറെൻറ്റ്. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ലാംഗ്വേജ് എന്നാണ് എൻ്റെ ഒരു അനാലിസിസ് ആസ് ആൻ ഔട്ട്സൈഡർ. ഈ ഒരു ലൈഫ് റിസ്ക് മിഷനിലേക്ക് ഇറങ്ങുവാനുള്ളത് 500 രൂപയായിരിക്കില്ല അവരുടെ ഒരു എന്താ പറയുക അവരെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. അതിനപ്പുറത്തേക്ക് അവരെ പ്രേരിപ്പിക്കുന്നത് ഈ ഐഡിയോളജി തന്നെയാണോ അതോ ഭയമാണോ? താങ്കളുടെ ഒരു അനാലിസിസ് ഉണ്ട്. രണ്ടുമുണ്ട്. കാരണം ഭയമുണ്ട്, പിന്നെ ഞാൻ പറഞ്ഞ പോലെ മതത്തിന്റെ ഒരു ഐഡിയോളജി വെച്ചിട്ട് അവരത് ചെയ്യുന്നവരും ഡെഫിനറ്റ്ലി. പക്ഷെ പല കുട്ടികളും അതിനകത്ത് താല്പര്യം ഇല്ലാത്തവരും ഉണ്ട്, അത് നമ്മൾ പറയണം. അതിനകത്ത് കാരണം അവരെ സംബന്ധിച്ചോളം അവരുടെ ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആളുകളും ഉണ്ട്. പക്ഷെ ഡെഫിനറ്റ്ലി ഇഷ്ടമുള്ളവരും ഉണ്ട്. അതിനകത്ത് ഈ ഐഡിയോളജി ആണ് എന്ന് വരുന്നവരുണ്ട്, ഭയമായിട്ടുള്ള വരുന്നവരുണ്ട്. സോ കൃത്യമായിട്ട് ഇത് വെറും ഐഡിയോളജി ആണോ അല്ലെങ്കിൽ വെറും ഭയമാണോ നമുക്ക് പറയാൻ സാധിക്കില്ല. ബട്ട് 100% അങ്ങനെയുള്ള സിറ്റുവേഷൻസും ഉണ്ട്. ആൻഡ് ആ സമയത്ത് നമ്മൾ ഒരു ഓപ്പറേഷനിലേക്ക് പോകുന്ന സമയത്തായിരിക്കും പലപ്പോഴും നമുക്കത് അബോർട്ട് ചെയ്യേണ്ട ആവശ്യം പോലും വന്നിട്ടുണ്ട്. കാരണം ഇന്ത്യൻ ആർമി അവിടെ ചെയ്യുന്നത് ഇന്നിപ്പം പോയി ഒരു ടെററിസ്റ്റിനെ ന്യൂട്രലൈസ് ചെയ്തേ പറ്റൂ എന്ന് പോകുമ്പം, പക്ഷെ അവിടെ സിവിലിയൻ കാഷ്വാലിറ്റീസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ വി പ്രിഫർ ആ ടെററിസ്റ്റിനെ ഞങ്ങൾ പിന്നീട് ന്യൂട്രലൈസ് ചെയ്യാൻ ദാൻ ടു അവിടെ ചെന്നൊരു വലിയൊരു സിവിലിയൻ കാഷ്വാലിറ്റീസ് ഉണ്ടാക്കാൻ ശ്രമിക്കാറില്ല. കാരണം ആ ടെററിസ്റ്റിനെ കിട്ടും.
ഇവിടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും കിട്ടും എന്നുള്ളത് ഞങ്ങൾക്ക് 100% ഷുവർ ആണ്. ഇന്നേ വരെ അങ്ങനെ ഒരു എന്താ പറഞ്ഞ ഇമ്മോർട്ടൽ ആയിട്ടുള്ള ഒരു ടെററിസ്റ്റ് ഇതുവരെ വന്നിട്ടില്ല. എല്ലാ ടെററിസ്റ്റിനും ഒരു ടൈം പീരീഡ് ഉണ്ട്. ഒരു ടൈം പീരീഡ് കഴിഞ്ഞാൽ കിട്ടും എന്നുള്ളത് 100% ഷുവർ ആണ്. അതിന്റെ ഹിസ്റ്ററി നോക്കിയാൽ ഇന്നേ വരെ 25 years 30 years ആയിട്ടുള്ള സർവീസ് ഉള്ള ഒരു ടെററിസ്റ്റ് അവിടെ ഇല്ല. പക്ഷെ സർവീസിലുള്ള ഓഫീസേഴ്സ് അല്ലെങ്കിൽ ജവാന്മാർ പിന്നെയും അവിടെ പോകാറുണ്ട്. സോ ഇവിടെ കിട്ടില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കിട്ടും. പക്ഷെ മോർ ഇമ്പോർട്ടന്റ്ലി അവിടെ ഈ സിവിലിയൻ കാഷ്വാലിറ്റീസ് ഉണ്ടാവേണ്ട എന്ന് വലിയ ഒരു ഫാക്ടർ വെച്ച് തന്നെയാണ് അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. റൈറ്റ്. കമ്മിങ് ബാക്ക് ടു ആർട്ടിക്കിൾ 370. ആർട്ടിക്കിൾ 370 സത്യത്തിൽ നേരത്തെ പറഞ്ഞ ഈ ഡൈനാസ്റ്റി പൊളിറ്റീഷ്യൻസിനെ അവരെ അല്ലേ സത്യത്തിൽ എംപവർ ചെയ്തുകൊണ്ടിരുന്നത് അവിടെ? ടു an extent ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആർട്ടിക്കിൾ 370 ഒരു എക്സ്ക്യൂസ് ആയി ആളുകൾക്ക്. ഞങ്ങൾ ഡിഫറെന്റ് ആണ്, കശ്മീർ ഈസ് ഡിഫറെന്റ് ആണ് എന്ന് പറയാൻ വേണ്ടി, കോൺസ്റ്റിറ്റ്യൂഷൻ വൈസ് തന്നെ പറയാൻ വേണ്ടി അവർക്കൊരു എക്സ്ക്യൂസ് കിട്ടി. അതേപോലെ തന്നെ ഭാരതത്തിന്റെ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാർക്കും അങ്ങനെ ഒരു കാരണം, അത് ആർട്ടിക്കിൾ 370 കൊടുത്തൊരു സ്പെഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, എന്താ പറയുക, ആക്ട് ആണെന്നുള്ള നിലയിലേക്ക് ചെയ്തു. അപ്പൊ ആ രീതിയിലുള്ള ഒരു ഇതുണ്ടായിട്ട് അവർക്കൊരു ലാക്ക് ഓഫ് ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അതായത് അവര് ഓട്ടോണമസ് ആണ്, അപ്പൊ അവർക്ക് വേണമെങ്കിൽ നാളെ വേണമെങ്കിൽ ഫ്രീഡം വാങ്ങിക്കാം എന്നുള്ള നിലയിലേക്കുള്ള ഈ പോയിസൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ പൊളിറ്റീഷ്യൻസ് ഇട്ടുകൊടുക്കുമായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, അവരുടെ താല്പര്യം അനുസരിച്ച് അവരത് ഇട്ടുകൊടുക്കുമായിരുന്നു. അതിനെ ചില സമയത്ത് ന്യൂഡൽഹി എന്നുള്ള ചില പൊളിറ്റീഷ്യൻസ് അതിനു വേണ്ടി അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി അങ്ങനെ അവരുമായിട്ട് ടൈപ്പ് ചെയ്ത് ഉള്ള കാര്യങ്ങളും ചെയ്യുമായിരുന്നു. അപ്പൊ ഡെഫിനറ്റ്ലി അതൊരു ഫാക്ടർ തന്നെയായിരുന്നു. റൈറ്റ്. അവിടുത്തെ ഈ ഒരു പൊളിറ്റീഷ്യൻസിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് അവർ ഈ ആർട്ടിക്കിൾ 370 അവരെ ഒരു ടു ആൻ എക്സ്റ്റെൻറ്റ് എംപവർ ചെയ്തു എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു പുറത്തും ഈ ഒരു അപ്പീസ്മെൻറ്റ് പൊളിറ്റിക്സിന് വേണ്ടിയിട്ട് ഞങ്ങൾ കാശ്മീരിന് ഒരു പ്രത്യേക പദവി കൊടുത്തു എന്നുള്ള രീതിയിൽ ന്യൂഡൽഹിയിലുള്ളവർ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചു. പക്ഷേ എൻ്റെ ഒരു ചോദ്യം, ഈ 1990 സത്യത്തിൽ ഇത് എക്സ്പ്ലോഡ് ചെയ്യുന്നത് എന്നാണ് ചരിത്രത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഗ്രൗണ്ട് റിയാലിറ്റി യു നോ ബെറ്റർ. 1990 ഇത് എക്സ്പ്ലോഡ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ കാഷ്വാലിറ്റി അവിടുത്തെ കാശ്മീരി പണ്ഡിറ്റ്സ് ആയിരുന്നു, ആസ് വി ഓൾ നോ. എന്തുകൊണ്ട് ഒരു അർഹിക്കുന്ന രീതിയിൽ അവരുടെ ഒരു എക്സോഡസിന്, പലായനത്തിന് നമ്മുടെ രാജ്യത്തൊരു പ്രചാരണം ലഭിച്ചില്ല? ആർമിയെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ഡോണ്ട് മിസ്റ്റേക്ക് മീ. ആർമിക്കൊരു മീഡിയ ഔട്ട്റീച്ച് അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും അക്കാലത്തില്ലായിരുന്നു ഇത്തരത്തിലുള്ള, അതോ വേർ യു റെസ്ട്രിക്റ്റഡ് ബൈ ഗവൺമെൻറ്? ഞാൻ നേരത്തെ പറഞ്ഞ ആർമി എന്ന് പറഞ്ഞ ഒരു ഇൻസ്ട്രുമെന്റ് ഓഫ് ദ സ്റ്റേറ്റ് ആണ്. വി ആർ നോട്ട് ദ സ്റ്റേറ്റ്, ഇല്ലേ? നമ്മളൊരു ഇൻസ്ട്രുമെന്റ് ഓഫ് ദ സ്റ്റേറ്റ് ആണ്. അപ്പൊ ആ ഇൻസ്ട്രുമെന്റ് ഓഫ് സ്റ്റേറ്റിന് ചില പരിധികൾ. നമ്മൾ പാകിസ്ഥാൻ ആർമിയെ പോലല്ല. പാകിസ്ഥാൻ ആർമി അവിടെ പറയുന്ന പോലെ അറിയാലോ, അവിടുത്തെ എല്ലാ രാജ്യങ്ങൾക്കും ഒരു സേനയുണ്ട്, പാകിസ്ഥാൻ സേനത്തിന് ഒരു രാഷ്ട്രം ഉണ്ടെന്ന് പറയുന്ന പോലെ നമ്മൾ വി കം അണ്ടർ ദ എലക്ടഡ് ഗവൺമെന്റ് ഓഫ് ദ ഡേ. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഒരു പരിധിയുണ്ട്. നമ്മൾ നമ്മളതായിട്ടുള്ള ഓപ്പറേഷനെ കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മീഡിയ ആയിട്ട് കൺവേ ചെയ്യും. പക്ഷെ പൊളിറ്റിക്കൽ ഡിസിഷൻസ്, പൊളിറ്റിക്കൽ ഇഷ്യൂസ്, അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ നമ്മളതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. അത് നല്ലതുമാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നമ്മൾ ആർമി ഓൾവേസ് ബി അണ്ടർ ദ സിവിലിയൻ കൺട്രോൾ ആൻഡ് ഡെമോക്രസിയിൽ അങ്ങനെ പാടും. അപ്പൊ അതുകൊണ്ട് അന്ന് നടന്ന കാര്യം ആസ് എ ഭാരതീയ ആൻഡ് ആസ് എൻ ഓഫീസർ ഞാൻ അവിടെ കണ്ട കാര്യങ്ങളും അല്ലെങ്കിൽ പിന്നീട് കണ്ട കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത് വളരെ ഒരു എന്താ പറഞ്ഞ, നമ്മൾ എല്ലാവർക്കും നാണക്കേടെന്ന് മാത്രമല്ല, നമുക്കെല്ലാം വളരെ വിഷമം തോന്നേണ്ട കാര്യം തന്നെയാണത്. ആ മാസീവ് എക്സോഡസ് അവിടുന്ന് പലായനം ചെയ്ത രീതിയും ഇന്നും അവിടെ അവർ അനുഭവിക്കുന്ന പല കാര്യങ്ങളും, ഇന്നും ഡൽഹിയിലും മറ്റു സ്ഥലത്തൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ തന്നെയാണ്. ധാരാളം കാര്യങ്ങൾ ഇപ്പൊ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരിക്കൽ നമ്മൾ അവിടുന്ന് എല്ലാ റൂട്ട്സുമായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. ദെൻ ഒരു 2 ജനറേഷൻ കഴിഞ്ഞ് തിരിച്ചവിടെ ചെല്ലുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് അത്ര ഈസി അല്ല. അപ്പൊ അത് വലിയൊരു നമ്മുടെ രാജ്യത്ത് നടന്ന വലിയൊരു അനീതിയാണ് എന്ന് വേണമെങ്കിൽ നമുക്കത് പറയാം. പിന്നെ എൻ്റെ ഒരു സംശയം, ഈ ഒരു അപ്പീസ്മെൻറ്റ് പൊളിറ്റിക്സ് ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ബിട്ട കരാട്ടെ ആണെങ്കിലും ബീറ്റ് യസിൻ മാലിക് ആണെങ്കിലും അവരെല്ലാം ഈ പറഞ്ഞാൽ ഓപ്പൺലി സെൽഫ് ഡിക്ലെയർഡ് ടെററിസ്റ്റ് ആയിരുന്നു. അല്ലെങ്കിൽ സെൽഫ് ഡിക്ലെയർ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ മതത്തിന് വേണ്ടിയിട്ടുള്ള വാറിയേഴ്സ് ആയിരുന്നു അവരുടെ ഭാഷയിൽ. ഫ്രം ദെയർ പെർസ്പെക്റ്റീവ്, ഫ്രം അവർ പെർസ്പെക്റ്റീവ് ജിഹാദീസ് ആയിരുന്നു. ഇവരെ ന്യൂഡൽഹിയിൽ കൊണ്ടുവന്ന് സ്വീകരിക്കേണ്ട ഒരു ഗതികേടോ അല്ലെങ്കിൽ ആവശ്യമോ നമ്മുടെ പൊളിറ്റീഷ്യൻസിന് എന്തായിരുന്നു? അത്തരത്തിലുള്ളൊരു അപ്പീസ്മെൻറ്റ് ഇവിടെ പുറത്ത്, കാശ്മീരിന് പുറത്തേക്കുള്ളൊരു വോട്ട് ബാങ്കിൽ സാധ്യമായിരുന്നു ഇതുകൊണ്ട്? എന്തായിരുന്നു താങ്കളുടെ അഭിപ്രായം അല്ലെങ്കിൽ ഒരു പെർസ്പെക്റ്റീവ്? ഒരു പെർസെപ്ഷൻ ആണ് ശ്രീ മനോജ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ കശ്മീർ ഒരു മുസ്ലിം ഡോമിനേറ്റഡ് സ്റ്റേറ്റ് ആണ്. അപ്പൊ ആ കശ്മീരിന് വേണ്ടി നമ്മൾ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നേരത്തെ ഈ പൊളിറ്റിക്സ് ഓഫ് അപ്പീസ്മെന്റ് എന്നുള്ള നിലയിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടെ അതിന്റെ ഒരു മെസ്സേജ് പോകും. ഇപ്പൊ തന്നെ ആർട്ടിക്കിൾ 370 മാറ്റിയപ്പം നമ്മൾ കണ്ടു ജന്തർ മന്ദറിൽ വരെ എങ്ങനെയാണ് അതിനു വേണ്ടി
കേരളത്തിൽ നിന്നുള്ള ആളുകൾ പോലും പലരും അതിനെ ഒപ്പോസ് ചെയ്തിരുന്നത്. അതായത് അതെന്തിനാണ് മാറ്റിയത്, അത് മനുഷ്യാവകാശ ലംഘനമാണ്, ജനാധിപത്യത്തിന്റെ ധ്വംസനമാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പം ഇവർക്കാർക്കും എന്താണ് അതിന്റെ വാസ്തവം എന്നറിയാത്ത. അപ്പൊ അത് ഈ പൊളിറ്റിക്സ് ഓഫ് അപ്പീസ്മെന്റ്, മൈനോറിറ്റി അപ്പീസ്മെന്റിന്റെ ഒരു ഉത്തമ ഉദാഹരണമായിരുന്നു. അതുകൊണ്ടാണ് ഈ കശ്മീരികളെ എന്താണോ ഏറ്റവും കൂടുതൽ ആവശ്യം അത് നോക്കാതെ അവിടുത്തെ രാഷ്ട്രീയക്കാർക്ക്, രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് എന്താണോ ആവശ്യം എന്നുള്ള നിലയിലേക്ക് നീങ്ങി ഈ അപ്പീസ്മെന്റ് ചെയ്തുകൊണ്ടാണ് ഡെഫിനറ്റ്ലി ഇങ്ങനെയുള്ള ഒരു ഇഷ്യൂസ് വന്നത്. ഇപ്പൊ നടക്കുന്നത് അവിടെ കശ്മീരികൾക്ക് എന്താണ് ആവശ്യം അത് തന്നെയാണ് നടക്കുന്നത്. കാരണം അവർക്ക് ഡെവലപ്മെന്റ് കിട്ടുന്നു, അവർക്ക് ജോലി കിട്ടുന്നുണ്ട്, അവരുടെ കുട്ടികൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കാൻ പറ്റുന്നു, അവിടെ വരുന്നുണ്ട്, അതാണ് ആവശ്യം. പക്ഷെ അവിടെ നേരത്തെ കുറച്ചൊരു ആളുകൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ഇക്കോസിസ്റ്റം ആയിരുന്നു. അതാണ് എനിക്കൊന്ന് ആർട്ടിക്കിൾ 370 വഴി ഇല്ലാതായത്. തീർച്ചയായിട്ടും. ഇനി നമുക്ക് ആർട്ടിക്കിൾ 370 എടുത്ത് മാറ്റിയതിന് ശേഷമുള്ളൊരു കാലഘട്ടത്തിലേക്കൊന്ന് വരാം. അവിടെ ഡെവലപ്മെൻറ്റ് എന്തായാലും, വികസനം എന്തായാലും വരുന്നുണ്ട്. താങ്കൾക്ക് അവിടെ പഴയ കോൺടാക്റ്റുകളൊക്കെ ഉണ്ടോ, ബന്ധപ്പെടാറുണ്ടോ ഇപ്പോൾ ആളുകളുമായിട്ട്? എന്താണൊരു ഫീഡ്ബാക്ക് അവിടുന്ന് വരുന്നത് സിവിലിയൻസിൻ്റെ ഇടയിൽ? ഡെഫിനറ്റ്ലി അവർ വലിയൊരു ചേഞ്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. ആ രണ്ട് ചേഞ്ചാണ് അവർ കാണുന്നത്. ഒന്ന്, അവർ ഭാരതത്തിൽ വലിയൊരു ചേഞ്ച് നടക്കുന്നത് അവർക്ക് നന്നായിട്ട് അറിയാം. അതായത് ഇന്ത്യയിൽ വലിയൊരു ഗ്രോത്ത് നടക്കുന്നുണ്ട്. അത് ആർക്കും എന്താ പറഞ്ഞ തള്ളിപ്പറയാൻ പറ്റാത്ത കാര്യമാണ്. അതായത് ഗ്രോത്ത്. പിന്നെ അവരുടെ ഉള്ളിലും അതേ ഇന്ത്യയുടെ ഗ്രോത്ത് വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ട്രെയിൻ, ഞാനൊക്കെ അവിടെ 2011-13 ഇറ്റ് വാസ് ഇമ്പോസിബിൾ ടു തിങ്ക് ദാറ്റ് ബാരാമുള്ള വരെ പോലുള്ള സ്ഥലത്ത് വരെ ട്രെയിൻ സർവീസ് വരും എന്നുള്ളത്. വന്ദേ ഭാരത് വരുന്നു, മറ്റു കാര്യങ്ങൾ വരുന്നു, അതായത് അവിടുത്തെ റോഡ്സ് ഇംപ്രൂവ് ആവുന്നുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്, ഇതെല്ലാം നടക്കുന്ന കാര്യമാണ്. അത് വെച്ച് തന്നെ എന്ത് പറ്റി, ഇപ്പം ഈ ടൂറിസം അവിടെ വലിയ രീതിയിലുള്ള ഒരു ഇംപ്രൂവ്മെന്റ്, ഡെവലപ്മെന്റ്, ധാരാളം ടൂറിസ്റ്റ് വരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യയുടെ മറ്റു ഭാഗത്തു നിന്നുള്ള ടൂറിസ്റ്റ് അവിടെ പോകുന്നുണ്ട്. അതായിരുന്നു വൺ ഓഫ് ദ പ്രൈം റീസൺസ് പഹൽഗാം അറ്റാക്ക് നടക്കാൻ തന്നെ കാരണം. ഈ രീതിയിലേക്കുള്ള ഒരു നോർമൽസി വരുന്നു എന്നുള്ള രീതിയിലേക്ക് കണ്ടുകൊണ്ടാണ് അത് അവർ ചെയ്തത്. അപ്പം അങ്ങനെയുള്ള വരുമ്പം അവിടെ ഒരു ടൂറിസ്റ്റ് വരുമ്പം ആ ടൂറിസ്റ്റിന്റെ കൂടെ മറ്റു പലർക്കും ജോലിയും മറ്റും ഒക്കെ കിട്ടുന്നുണ്ട്. അതായത് ടാക്സി ഡ്രൈവർ ആയാലും ശരി, ഒരു ഷിക്കാര ഡ്രൈവർ ആയാലും ശരി, അവിടുത്തെ ചായ കുടിക്കുന്ന അല്ലെങ്കിൽ ചായ കൊടുക്കുന്ന, അങ്ങനെ ധാരാളം ഹോട്ടൽ സ്റ്റാഫ്, അങ്ങനെ ഒരു കംപ്ലീറ്റ് ഇക്കോസിസ്റ്റത്തിന് അവിടെ ജോലി കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് ഒരു കാര്യം അവർ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. മറുവശത്ത് അവർ തിരിഞ്ഞു നോക്കുമ്പോൾ പാകിസ്ഥാനിൽ നടക്കുന്ന കാര്യം, അതായത് പാകിസ്ഥാനിൽ പൊട്ടിത്തെറി നടക്കുന്നുണ്ട്, അവിടെ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രോബ്ലം നടക്കുന്നുണ്ട്. അവിടെ ആളുകൾക്ക് ഒരു ലിറ്റർ പെട്രോളിൽ തന്നെ 300-400 രൂപയുടെയൊക്കെ രീതിയിലേക്കൊക്കെ പോയി. ഇലക്ട്രിസിറ്റി ഇല്ല, കഴിക്കാൻ ആട്ടയില്ല. അപ്പൊ അവിടെ ഭീകരവാദം, എല്ലാ ദിവസവും ഏതെങ്കിലുമൊക്കെ മസ്ജിദിൽ അവിടെ ബോംബ് ബ്ലാസ്റ്റ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കശ്മീരിലൊക്കെ. അപ്പൊ അവർ ഇത് രണ്ടും കാണുന്നുണ്ട്. ഇതിപ്പോ 1-2 വർഷത്തിന്റെ കാര്യമല്ല, ഒരു 10 വർഷമായിട്ട് അല്ലെങ്കിൽ 10-12 വർഷമായിട്ട് അവർ കണ്ടോണ്ടിരിക്കുകയാണ് ഈ രണ്ട് കമ്പാരിസൺ. സോ നൗ പീപ്പിൾ ആർ മോർ ഓപ്പൺലി സീയിങ് നമ്മളിപ്പം വി ആർ മച്ച് ഹാപ്പിയർ, നമ്മൾ ഇങ്ങനെ തന്നെ പോകുന്നതാണ് നല്ലത് എന്നുള്ള രീതിയിലേക്ക് അവർക്ക് ആ കാര്യത്തിലേക്ക് വരുന്നുണ്ട്. ഇനി താങ്കൾ POKയുടെ കാര്യം പറഞ്ഞിരുന്നു, പാക് അധിനിവേശ കാശ്മീരിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഈ കാശ്മീരിൻ്റെ ഒരു ഭൂപ്രകൃതി, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജമ്മു വരെ വന്നിട്ടുണ്ട്. കാശ്മീരിലേക്കുള്ള ഇനി അങ്ങോട്ടേക്ക് പോകണമെന്നുള്ളതാണ്. ജമ്മു വരെ വന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഭൂപ്രകൃതി തന്നെ പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ളത് ജമ്മുവിൽ നിന്ന് വ്യത്യസ്തമാണ് കാശ്മീർ. ഭൂപ്രകൃതിയും ആളുകളും കാശ്മീരിൽ നിന്ന് വ്യത്യസ്തമാണ് ലഡാക്ക്. പാക് അധിനിവേശ കാശ്മീർ എന്ന് പറയുന്നത് മറ്റൊരു ജനങ്ങളെ കൊണ്ട് മറ്റൊരു തരത്തിലുള്ളൊരു ഭൂപ്രകൃതി. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വീക്ഷണം, താങ്കളുടെ വീക്ഷണങ്ങളിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം തമ്മിൽ? കറക്റ്റാണ്. അത് ജമ്മു ഉള്ള ഏരിയ അത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അതായത് കൾച്ചർ വൈസ് ഡിഫറെൻ്റ് ആണ്, ജോഗ്രഫി വൈസ് ഡിഫറെൻ്റ് ആണ്. അങ്ങനെയുള്ള ധാരാളം വ്യത്യാസം അവിടെ ഉണ്ട്. നമ്മൾ അത് ക്രോസ് ചെയ്ത് അങ്ങോട്ട് കശ്മീർ താഴ്വരയിലേക്ക് പോകുമ്പോൾ അവിടെ ടോട്ടലി ഡിഫറെന്റ് രീതിയാണ്. അതായത് ജോഗ്രഫി ഡിഫറെന്റ് ആണ്, അവിടുത്തെ ആളുകളുടെ രീതി ഡിഫറെന്റ് ആണ്, കൾച്ചർ ഡിഫറെന്റ് ആണ്. അത് കഴിഞ്ഞ് നേരെ സോജില പാസ് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് ലഡാക്കിലേക്ക് പോകുമ്പോൾ അവിടെയും ടോട്ടലി ഡിഫറെന്റ് ആണ്. അതായത് ആളുകളെ രീതികൾ, അവരുടെ ആചാരങ്ങൾ, എല്ലാം മാറ്റമാണ്. അപ്പൊ ഇത് മൂന്നും അതുപോലെ തന്നെ പാക് ഓക്യുപ്പൈഡ് കശ്മീരിൽ ഒരു മുസഫറാബാദ് ആ ഏരിയ വരെയൊക്കെ ഏകദേശം കശ്മീരുമായിട്ടുള്ള ഒരു സാമ്യമുണ്ട്. പക്ഷെ മറ്റ് പല ഏരിയ, ഇപ്പൊ ഗിൽഗിറ്റ് ബാൽത്തിസ്ഥാൻ, ആ ഏരിയ ഒക്കെ ടോട്ടലി ഡിഫറെന്റ് കൾച്ചറാണ്. അപ്പൊ ഇറ്റ്സ് അമൽഗമേഷൻ ഓഫ് ഇതാണ്. അപ്പൊ അതുകൊണ്ട് ഈ പാകിസ്ഥാൻ ചെയ്യുന്ന പോലെ അവർ അടിച്ചടക്കി ഒരു രീതിയിലേക്ക് അവർ കൊണ്ടുവരാൻ പറ്റുമെന്ന് അത് ഇപ്പൊ ഈ പ്രശ്നങ്ങളെ കാണിക്കുക അങ്ങനെയാണ് ഒരിക്കലും സാധിക്കില്ല അവർക്ക്. സോ അതാണ് അതിന്റെ വ്യത്യാസം. ഇന്ത്യയെ സംബന്ധിച്ചുള്ള നമ്മൾ ഈ ഇന്ത്യയുടെ ജമ്മു കാശ്മീർ ലഡാക്ക് ഇപ്പോഴും നമ്മൾ അവിടെ വലിയ രീതിയിലുള്ള ഡെവലപ്മെന്റ് മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. യെസ്, ഇഷ്യൂസ് ഉണ്ട്, ഇഷ്യൂസ് ഇല്ല എന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷെ ഇഷ്യൂസ് ഭാരതത്തിന്റെ മറ്റ് ഏരിയയിലും ഉണ്ട്.
മറ്റു സ്ഥലത്തും ഇഷ്യൂസ് ഒക്കെ എല്ലായിടത്തും കാണും, എല്ലായിടത്തും നമ്മളിപ്പോ എവിടെയാണ് ഇഷ്യൂസ് ഇല്ലാത്തത്. പക്ഷെ ആ ഇഷ്യൂസിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത് നമ്മുടെ ഈ സംസ്കാരവും നമ്മുടെ ഈ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രീതിയും നമ്മൾ ഇവിടുത്തെ രാഷ്ട്രീയ പൊളിറ്റിക്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് എന്ന് നമുക്ക് കാണാൻ വേണമെങ്കിൽ പറയാം. അത് പക്ഷേ അതിൻ്റെ അകത്തൊരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് ഞാനൊന്ന് പ്രസൻറ്റ് ചെയ്തോട്ടെ. അതിലെന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ താങ്കൾക്കൊന്ന് ദയവ് ചെയ്ത് തിരുത്തണം. അത് കാരണം ഒരു 70 years ഓഫ് മെസ്സാണ് വി ഹാവ് ടു ക്ലിയർ അപ്പ്, അല്ലേ? മോർ ദാൻ 70 years ഓഫ് മെസ്. ആ മെസ്സിൻ്റെ ഒരു ക്ലിയറിങ്ങിൻ്റെ ഇടയിൽ ഇപ്പോഴും അവിടെ ബാഡ് എലമെൻറ്റ്സ് ഉണ്ട്. പിന്നെ ഈ പാക് അധിനിവേശ കാശ്മീരിൽ നിന്ന് നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ, ഇതിനെയെല്ലാം അവിടുത്തെ പ്രാദേശികർ, പ്രത്യേകിച്ച് ഈ ലഡാക്ക് പോലുള്ള പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ അതിർത്തി പ്രദേശങ്ങളിൽ ഇപ്പോൾ പല പ്രദേശങ്ങളിലായിട്ട്, ഇപ്പോൾ ഈ പെഹൽഗാം പോലുള്ള പ്രദേശങ്ങളൊക്കെ അതിർത്തിയുമായിട്ട് വളരെ അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയാണെന്ന് കരുതുന്നു. ആ പ്രദേശങ്ങളിലുള്ളവരൊക്കെ അവരുടെ ഒരു ഇൻട്രാക്ഷൻ ഈ അതിർത്തിക്ക് അപ്പുറത്തുള്ളവരുമായിട്ട് എങ്ങനെയാണ്? നിരന്തരമായിട്ടുള്ളൊരു ഇൻട്രാക്ഷനാണോ അതോ ലീഗലായിട്ടും ഇല്ലീഗലായിട്ടും എങ്ങനെയാണ് ഒരു സൈനികൻ എന്നുള്ള നിലയിൽ താങ്കളുടെ അനുഭവത്തിൽ? കശ്മീരിൽ ഉള്ള ആളുകളുടെ പല റിലേറ്റീവ്സും പാക് ഒക്യുപ്പൈഡ് കശ്മീരിലുണ്ട്. ഓക്കെ, അവരുടെ കാരണം ലൈൻ ഓഫ് കൺട്രോളിൽ അവരെ ഡിവൈഡ് ചെയ്തെങ്കിലും പല റിലേറ്റീവ്സ് അപ്പുറത്തുണ്ട്. നമ്മൾ 2005 ഈ ഊരി കമാൻ ബ്രിഡ്ജ് തുടങ്ങിയ സമയത്ത് നമ്മൾ ഇവിടുന്ന് ബസ്സിൽ നിന്ന് ഇവിടുത്തെ കശ്മീർ, നമ്മളെ ഭാഗത്തെ കശ്മീരിൽ നിന്ന് ആളുകൾ അപ്പുറത്ത് പോയി അവിടെ ഒരു മാസം നിന്ന്, എന്നിട്ട് അവിടെ നിന്നുള്ള ബസ്സിലുള്ള ആളുകൾ ഇപ്പുറത്ത് വന്ന് ഇവിടെ നിന്ന് ഒരു മാസം നിന്നിട്ടായിരുന്നു. അതാണ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആളുകൾ പോയി 30 ദിവസം കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും തിരിച്ചു വന്നു. പക്ഷെ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കശ്മീരിൽ നിന്ന് വന്ന ആളുകൾ 30 ദിവസം കഴിഞ്ഞപ്പോൾ പലരെയും കിട്ടാനില്ല. കാരണം അവർക്ക് തിരിച്ചു പോകാൻ വയ്യ, അവർക്ക് മടിയായിരുന്നു. കാരണം അത്രയും മാത്രം പ്രശ്നമുള്ള സ്ഥലമായിരുന്നു. ഇവിടെ വന്ന് കണ്ട് അവർക്ക് മനസ്സിലായി ഇവിടെ അവരുടെ മതത്തിനും പ്രശ്നമില്ല, അവരുടെ മറ്റുള്ള കാര്യങ്ങളും ഇല്ല, ഫെസിലിറ്റീസ് ബെറ്റർ ആണ്. അവരെ പറഞ്ഞ് പേടിപ്പിച്ച കണക്കുള്ള ഇന്ത്യൻ ആർമി അങ്ങനൊന്നും അല്ല ചെയ്യുന്നത്, ഇവിടെ ജമ്മു കാശ്മീർ പോലീസ് അങ്ങനൊന്നും ചെയ്യുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ പലരും ഇവിടെ തന്നെ നിൽക്കണമെന്ന് വെച്ചിട്ട് അവരവിടെ ഇൻഫാക്ട് നമുക്ക് പിന്നെ വളരെ പാടുപെട്ടാണ് ഓരോരുത്തർ കണ്ടെത്തി തിരിച്ച് അവരെ അയക്കേണ്ടി വന്നത്. സോ ഡെഫിനറ്റ്ലി ഒരു ക്രോസ് ലൈൻ ഓഫ് കൺട്രോൾ, ഞാൻ ബോർഡർ എന്ന് വിളിക്കാത്തത് കാരണം അത് നമ്മളെ ബോർഡർ അല്ല, നമ്മളെ ഇന്റർനാഷണൽ ബോർഡർ, അതുകൊണ്ടാണ്. അപ്പൊ ആ ലൈൻ ഓഫ് കൺട്രോളിന് അപ്പുറത്തും ഇപ്പുറത്തും ഡെഫിനറ്റ്ലി ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് ടെലിഫോണിക്കലി ചെയ്യാൻ സാധിക്കാറുണ്ട് പലപ്പോഴും. ചിലപ്പം ഇപ്പം മൊബൈൽ കവറേജ് ഒക്കെ ധാരാളം ഉണ്ട്. പണ്ടൊന്നും അത്രയ്ക്കില്ലായിരുന്നു, അങ്ങനത്തെ രീതിയിലുള്ള ഇതിലായിരുന്നു. പക്ഷെ ഡെഫിനറ്റ്ലി കവറേജ് ലാൻഡ് ലൈൻ വഴിയൊക്കെ വിളിക്കാൻ പറ്റുന്ന ചില സിറ്റുവേഷൻസ് അന്നും ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇന്ററാക്ഷൻസ് അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. സർ, അപ്പോൾ ഈ ലൈൻ ഓഫ് കൺട്രോളിന്റെ കാര്യം നമ്മൾ സംസാരിച്ചു, ആ ഭൂപ്രകൃതിയുടെ കാര്യം സംസാരിച്ചു. കമ്മിങ് ബാക്ക് ടു ദ പൊളിറ്റീഷ്യൻ, ജനങ്ങളുടെ കാര്യം നമ്മൾ പറഞ്ഞു. ആഫ്റ്റർ ആർട്ടിക്കിൾ 370 വാസ് റിമൂവ്ഡ്, പൊളിറ്റീഷ്യൻസിൽ താങ്കൾക്ക് എന്തെങ്കിലും ചേഞ്ച് കാണാൻ സാധിക്കുന്നുണ്ടോ, മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ടോ കശ്മീരി പൊളിറ്റീഷ്യൻസിൽ, ഇൻക്ലൂഡിങ് ദ അബ്ദുള്ളാസ് ആൻഡ് മുഫ്തീസ്? അതോ ആർ ദേ ദ സെയിം? നമ്മൾ ചില മാറ്റങ്ങൾ ഡെഫിനറ്റ്ലി നമ്മൾ കാണേണ്ടത്. അതായത് ഇപ്പൊ ഹുറിയത്ത് എന്നും ഇറലന്റ് ആയി മാറി, കംപ്ലീറ്റ്ലി ഇറലന്റ് ആയിട്ട് മാറി. അവരൊക്കെ ടോട്ടലി സൈഡ് ലൈൻ ചെയ്ത് നമ്മളിപ്പം അവരെ കുറിച്ച് ഡിസ്കസ് പോലും ചെയ്യാറില്ല. മുഫ്തീസിന്റെ ഒരു പരിധി വരെ അവരൊരു മിഡിൽ പാത്ത് അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ളൊരു ലൈനാണ് നമ്മൾ എടുക്കുന്ന ഇപ്പം കണ്ടത്. പക്ഷെ എന്നെ സർപ്രൈസ് ചെയ്തത് ഒമർ അബ്ദുള്ളയുടെ ഒരു എന്താ പറഞ്ഞ, ഇപ്പോഴത്തെ ഇദ്ദേഹം ആദ്യമായിട്ടല്ല ചീഫ് മിനിസ്റ്റർ ആവുന്നത്. പക്ഷെ ഈ ടെന്യൂർ ചീഫ് മിനിസ്റ്റർ അദ്ദേഹം കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആയിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള ഒരു പെർസെപ്ഷനാണ് ഇതുവരെ നമുക്ക് കിട്ടുന്നത്. കാരണം അദ്ദേഹം ശരിയായിട്ടുള്ള കാര്യമാണെങ്കിൽ അദ്ദേഹം ശരിയായിട്ടുള്ള കാര്യം എന്ന് തന്നെ പറയുന്ന ഒരു രീതി, അതായത് ഇന്ത്യയുടെ പല ഡെവലപ്മെന്റ് കാര്യവും പല കാര്യത്തിലും അദ്ദേഹം വളരെ ഒരു പ്രോ ഇന്ത്യ, അതായത് പ്രോ എടുക്കുന്നതിന് വലിയ എന്താ പറഞ്ഞ അതൊരു അതിശയമായിട്ട് നമ്മൾ കാണേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹം ഈസ് ആസ് മച്ച് ആസ് എൻ ഇന്ത്യൻ, ഞാനും അങ്ങും പോലുള്ള ഒരു ഇന്ത്യൻ തന്നെയാണ്. എന്നാലും കശ്മീരിന്റെ ഒരു സ്പെഷ്യൽ സിറ്റുവേഷൻ അനുസരിച്ച് പലപ്പോഴും പണ്ട് പറയാൻ മടിച്ചിരുന്ന ഒരു വ്യക്തി എന്ന നിലയിലും ഇപ്പൊ അദ്ദേഹം കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ട് ആ ഒരു സ്റ്റാൻഡ് എടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രൈം മിനിസ്റ്റർ മോദിയുമായിട്ടുള്ള റിലേഷൻ അദ്ദേഹത്തിന് വളരെ ഒരു ക്ലോസ് ആയിട്ടുള്ള രീതിയിലാണ്. ഡെഫിനറ്റ്ലി ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അദ്ദേഹം ജമ്മു കാശ്മീരിന് ഒരു സെപ്പറേറ്റ്, അതായത് സെപ്പറേറ്റ് അല്ല, ഒരു സ്റ്റേറ്റ് ഹുഡ് കൊടുക്കണം എന്നുള്ള ഒരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതെനിക്കൊന്ന് സെൻട്രൽ ഗവൺമെന്റ് അതിന്റെ ഒരു പ്രോസസ്സർ തന്നെയാണ്. അത് ഡെഫിനറ്റ്ലി അത് വരിക തന്നെ ചെയ്യും. കാരണം അൾട്ടിമേറ്റ്ലി ഒരു സ്റ്റേറ്റ് ഹുഡ് അത് വരും എന്നുള്ളത് തന്നെയാണ് ശ്രീ അമിത്ഷാ പോലും പാർലമെന്റിൽ വന്ന അതിന്റെ കറക്റ്റ് ടൈം ആകുമ്പം അത് കൊടുക്കുമെന്ന് തന്നെയാണ്. പക്ഷെ അതൊഴിച്ച് ബാക്കി എനിക്ക് തോന്നുന്നു അദ്ദേഹം ഓൺ റെക്കോർഡ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് കിട്ടുന്നതിന്റെ ഷെയർ ഞാൻ എത്രമാത്രമാണ് ആഗ്രഹിച്ചത് അതിലും ധാരാളം ഷെയർ കൂടുതലാണ് സെൻട്രൽ ഗവൺമെന്റ് എനിക്ക് വേണ്ടി തരുന്നത്. അതായത് എനിക്ക് സെൻട്രൽ ഗവൺമെന്റ് ഫുൾ സപ്പോർട്ട് ഉണ്ട്, ഇൻഫ്രാസ്ട്രക്ചറും മറ്റ് ഡെവലപ്മെന്റും ഒക്കെ ഉള്ള രീതിയിൽ അദ്ദേഹം ഓൺ റെക്കോർഡ് പറഞ്ഞിട്ട് കാര്യങ്ങളുണ്ട്. സോ
ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നു ഒമർ അബ്ദുള്ളയുടെ, ഐ എം നോട്ട് ടോക്കിംഗ് ഓഫ് ഫാറൂഖ് അബ്ദുള്ള, ബിക്കോസ് ഫാറൂഖ് അബ്ദുള്ള എപ്പോ എന്താ പറയുന്നൊന്നും നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ഫാറൂഖ് അബ്ദുള്ള ഇസ് മോർ ലൈക്ക് ഡൊണാൾഡ് ട്രംപ് എപ്പോ എന്ത് പറയുന്നു പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം പോലെയാണ്. പക്ഷെ ഒമർ അബ്ദുള്ള ഇസ് ഡെഫിനറ്റ്ലി മോർ ബാലൻസ്ഡ്, മോർ മെച്യൂർ ആൻഡ് ഒരു കുറച്ചും കൂടെ ഒരു എന്താ നാഷണലിസ്റ്റിക് വ്യൂ വിത്ത് ഡെഫിനറ്റ്ലി ഒരു കശ്മീരി ഇൻട്രസ്റ്റ് ഇൻ മൈൻഡ് എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിന് ഞാൻ ഇപ്പം കാണുന്നത്. തീർച്ചയായിട്ടും. ഇനി ഒരു ആർമി മാൻ, ഒരു ഭാരതീയൻ, ഈ രണ്ട് പേഴ്സ്പെക്റ്റീവിലും താങ്കളുടെ ചിന്തയിൽ ഒരു 99-ലാണ് താങ്കൾ കാശ്മീരിൽ ആദ്യമായിട്ട് എത്തുന്നതെന്നാണ് പറഞ്ഞത്. അന്ന് മുതൽ താങ്കൾക്ക് എപ്പോഴെങ്കിലും 2014 വരെ എപ്പോഴെങ്കിലും താങ്കൾക്കൊരു ഹോപ്പല്ല, ശരിക്കും ഒരു ഉറപ്പുണ്ടായിരുന്നു ഈ ആർട്ടിക്കിൾ 370 വിൽ ബി റിമൂവ്ഡ് സം ഡേ എന്നുള്ളത്? 2014 മുമ്പുള്ള കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. 2014 മുമ്പ് ഡെഫിനറ്റ്ലി നോ ഹോപ്പ്, അങ്ങനെ ഒരു ഹോപ്പും ഇല്ലായിരുന്നു ഇറ്റ് വിൽ ബി റിമൂവ്ഡ്, ബിക്കോസ് ഐ ഡോണ്ട് തിങ്ക്, ടു ബി വെരി ഓണസ്റ്റ്, അങ്ങനെ ഒരു ആർട്ടിക്കിൾ 370 അതൊരു എന്താ പറഞ്ഞ ഒരു പാർട്ട് ഓഫ് ദ എങ്ങനെ റിമൂവ് ആക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ വന്ന കാര്യമാണ്, അതിനൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ചില പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. മോർ ദാൻ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോബ്ലം, പൊളിറ്റിക്കൽ വിൽ, ആ രാഷ്ട്രീയ ഇച്ഛാശക്തി ഉള്ള ഒരു നേതാവ് വരുമോ എന്ന് 2014 മുമ്പൊന്നും നമുക്ക് തീർച്ചയായിട്ടും ഈവൻ വോട്ട് ചെയ്യുന്ന ഒരു പൗരൻ എന്ന നിലയിൽ പോലും എനിക്കൊന്നും അറ്റ്ലീസ്റ്റ് ഒരു ഹോപ്പില്ലായിരുന്നു ദാറ്റ് വിൽ ബി റിമൂവ്ഡ്. ഇനി ആർമിയുടെ ഭാഗത്തേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ, ഈ ആർമിയുടെ ഭാഗത്ത് നിന്ന് ഡെഫിനറ്റ്ലി ദർ വിൽ ബി ഇൻ്റലിജൻസ് റിപ്പോർട്ട്സ് ടു ദ ഗവൺമെൻറ് അല്ലേ? അപ്പോൾ ഈ ഗ്രൗണ്ട് ലെവലിലെ സിറ്റുവേഷൻ ഇതാണ്, ഇന്നതാണ്, എന്തെങ്കിലും ഒരു സജഷൻസ് ആർമിയുടെ ഭാഗത്ത് നിന്ന് പോവുക, അങ്ങനെ ഒരു പതിവുണ്ടോ? കാരണം ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കുമെന്നുള്ളൊരു സജഷൻസ് ആർമി കൊടുക്കാറുണ്ടോ? വെദർ ദേ അക്സെപ്റ്റ് ഇറ്റ് ഓർ നോട്ട്, ഇറ്റ്സ് അപ് ടു ദ സ്റ്റേറ്റ്. ആ രീതിയിൽ ആർമിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാറുണ്ടോ? സാധാരണ എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഓപ്പറേഷണൽ പ്രൊസീജിയർ? സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ ഡെഫിനറ്റ്ലി നമ്മൾ അവിടുത്തെ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് ഡെഫിനറ്റ്ലി കൊടുക്കാറുണ്ട്. അത് അവിടുത്തെ കാരണം നമ്മളാണല്ലോ അവിടെ ഗ്രൗണ്ടിൽ ഏറ്റവും കൂടുതൽ ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. അപ്പൊ ആ ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവരുടെ മൈൻഡ് സെറ്റ് എന്താണ്, അവരുടെ ആവശ്യങ്ങൾ എന്താണ്, പിന്നെ ബാക്കി നമ്മളിപ്പം അതിനകത്ത് എല്ലാ പൊളിറ്റിക്കൽ ആയിട്ടുള്ള എന്താ പറഞ്ഞ റെക്കമെൻഡേഷൻസ് അല്ല, പക്ഷെ ഒരു ആസ്പിറേഷൻസ് ഓഫ് ദ ഒരു ലോക്കൽ പോപ്പുലേഷൻ, അത് അവരുടെ ആവശ്യങ്ങൾ എന്താണ് എന്നുള്ള രീതിയിലേക്കുള്ള ഫീഡ്ബാക്ക് ഡെഫിനറ്റ്ലി പോകാറുണ്ട്. അതുപോലെ തന്നെ ചില പൊളിറ്റീഷ്യൻസ് ആന്റി നാഷണൽ വ്യൂസ് ഒക്കെ എടുക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതിന്റെയൊക്കെ ഭാഗമായിട്ട് അത് ഒക്കെ പോകാറുണ്ട്. അതിനകത്ത് മിലിറ്ററി ഇന്റലിജൻസ് അവരുടേതായിട്ടുള്ള രീതിയിൽ. പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ എല്ലാ ഇന്റലിജൻസിന്റെ ഒരു ജോയിന്റ് ഒരു നേച്ചറാണ്. അപ്പൊ ആരും സ്റ്റാൻഡ് അലോൺ ആയിട്ടല്ല ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം ഐബിയുടെ ആയിട്ടുള്ള റോളുണ്ട്, മിലിറ്ററി ഇന്റലിജൻസ് ആയിട്ടുള്ളതുണ്ട്, മറ്റു ചില സംഘടനകൾ അവരുടേതായിട്ടുള്ള രീതിയിൽ ഇതെല്ലാം വന്ന് ചേർന്നത് PMO ഓഫീസിൽ അല്ലെങ്കിൽ NSAയുടെ അണ്ടറിൽ വന്നിട്ട് അപ്പൊ അവിടെ വരും. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു എന്താ പറഞ്ഞ ഒരു ഇന്റഗ്രേഷൻ നടക്കാറുണ്ട്. അപ്പൊ ഡെഫിനറ്റ്ലി മിലിറ്ററി ഇന്റലിജൻസിന്റെ ഒരു റിപ്പോർട്ട് കൊടുക്കാറുണ്ട്. റൈറ്റ്. ഇനി ഈ ചോദ്യം ഒരു പ്യൂർലി പൊളിറ്റിക്കൽ ചോദ്യമാണ്, രാഷ്ട്രീയപരമായിട്ടുള്ള ചോദ്യമാണ്. താങ്കളുടെ സർവീസ് ടേമിൽ ഗവൺമെൻറ്റുകളുടെ വ്യത്യാസം ഇപ്പോഴും താങ്കൾക്ക് ആർമിയിലുള്ള സുഹൃത്തുക്കൾക്ക് സർക്കാരുകളുടെ ഭാഗത്തു നിന്നുള്ളൊരു അവരുമായിട്ടുള്ളൊരു ക്രയവിക്രയങ്ങളെന്ന് തന്നെ പറയാം നമുക്ക്, അവരുടെ നീഡ്സ് മീറ്റ് ചെയ്യുക, അവരുടെ സപ്പോർട്ട് കൊടുക്കുക, ഇതിലുള്ള വ്യത്യാസം താങ്കൾ 2014 മുൻപും 2014 ശേഷവും എങ്ങനെ കാണുന്നു താങ്കളുടെ ഒരു പെർസ്പെക്റ്റീവ്? അത് വളരെ വ്യക്തമായിട്ട് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, 2014 ശേഷം രണ്ട് കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ അത് പറയാം. ഒന്ന്, ഈ ഫിലോസഫി, അതായത് നമ്മൾ എങ്ങനെ ഫൈറ്റ് ചെയ്യണം എന്നുള്ള ഫിലോസഫിയിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ ഫിലോസഫി മാറിയപ്പം അതിന് വേണ്ടിയുള്ള എങ്ങനെയാണ് അത് ചെയ്യേണ്ടുള്ള ഇംപ്ലിമെന്റേഷൻ ഇത് മാറി. അപ്പൊ ഫിലോസഫിക്ക് വരെയാണെങ്കിൽ ആദ്യം നമ്മൾ എപ്പോഴും ഒരു ഡിഫെൻസീവ് മോഡിലായിരുന്നു. അതായത് പാകിസ്ഥാൻ എന്തെങ്കിലും ചെയ്യും, നമ്മൾ അതിനെ തടയും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യും, അത്രയേ ഉള്ളൂ. പക്ഷെ നമ്മൾ 2014 കഴിഞ്ഞിട്ട് നമ്മളൊരു ഒഫൻസീവ് ഡിഫൻസ് എന്നുള്ള രീതിയിലേക്ക് മാറി. അത് ശ്രീ ഡോവലിന്റെ തന്നെ ഒരു ഡോക്ടറിൻ അദ്ദേഹം പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരെണ്ണം ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തിരിച്ചു ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുള്ളത് രീതിയിലേക്കുള്ള കാര്യങ്ങൾ നടന്നു. അപ്പൊ അത് വ്യക്തമായിട്ട് അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഗ്രൗണ്ട് ലെവലിലും നമുക്ക് അത്രമാത്രം ഒരു ഫ്രീഡം കിട്ടും. അതായത് നമ്മൾ വെറും പണ്ടും കൗണ്ടർ സ്ട്രൈക്ക് ഒക്കെ നടക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോ ഫീൽഡ് കമാൻഡേഴ്സിന് കുറച്ചും കൂടെ അവരുടെ ഒരു സ്കോപ്പ് ഓഫ് വർക്ക് അത് കുറച്ചും കൂടെ എക്സ്പാൻഡ് ആയി. അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള റിസോഴ്സസ് ഉപയോഗിക്കാം, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് വന്നു. അത് നമ്മൾ പറയുക മാത്രമല്ല, നമ്മൾ ചെയ്ത് കാണിക്കുകയും ചെയ്തു. ചെയ്ത് കാണിക്കുക മാത്രമല്ല, ചെയ്തിട്ട് നമ്മൾ ലോകത്തെ വിളിച്ച് പറയുകയും ചെയ്തു. അതാണ് അതിന്റെ വ്യത്യാസം. പണ്ടൊക്കെ ചിലപ്പോൾ ചെയ്ത് നമ്മൾ അതിനെ കൂടുതൽ എസ്കലേറ്റ് ചെയ്യേണ്ട എന്നുള്ളൊരു ധാരണ വെച്ച് നമ്മൾ ചെയ്യും എന്നിട്ട് മിണ്ടാതിരിക്കും. അപ്പൊ പാകിസ്ഥാൻ അറിയാം നമ്മൾ ചെയ്തു, പക്ഷെ അവരാരും അറിയത്തില്ല നമ്മൾ ചെയ്തത്. ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ അവരെന്തിനും ചെയ്താൽ നമ്മൾ 4 ചെയ്യും, 4 ചെയ്ത് നമ്മൾ 4 പറയുകയും ചെയ്യും. ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇനി നിങ്ങൾ ചെയ്യണമെങ്കിൽ ഞങ്ങൾ 8 ചെയ്യും എന്ന് നമ്മൾ ലോകത്തെ വിളിച്ച് പറയാം. അതാണ് അതിന്റെ വ്യത്യാസം.
അപ്പൊ അതിനു വേണ്ടിയുള്ള ഈ പ്രൊസീജിയർ മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലായി വി ഹാവ് ടു ബി നമ്മൾ ആത്മനിർഭരയിലേക്ക് വരണം എന്നുള്ളത്. കാരണം നമുക്ക് ആരും വെളിയിൽ നിന്ന് ഹെൽപ്പ് ചെയ്യാൻ വരുന്നില്ല. അപ്പൊ 2014 ഡിഫൻസിന് ആത്മനിർഭരത എന്നുള്ള നിലയിലേക്ക് വലിയ രീതിയിലുള്ള ഒരു പുഷ് കിട്ടി. ആ പുഷ് കാരണം നമ്മൾ തന്നെ നമ്മളിപ്പോ പ്രൊഡക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്ത് ധാരാളം മാറ്റങ്ങൾ കൊണ്ടുവന്നു. ആ സ്ട്രക്ചറിൽ മാറ്റം കൊണ്ടുവന്നു. കാരണം നമ്മൾ ഈ പോളിസിയിൽ ഈ ഒഫൻസീവ് ഡിഫൻസ് എന്നുള്ള കാര്യമാണെങ്കിൽ നമ്മൾ സ്വന്തം കാലിൽ നിന്നാൽ മാത്രമേ നടക്കത്തുള്ളൂ. അപ്പൊ ആ രീതിയിലുള്ള ഒരു ഇന്നോവേഷൻസും ഈ ഒരു ഡെവലപ്മെന്റ് നമ്മൾ കൊണ്ടുവന്നതിന്റെ ഒരു 10 to 12 years ആയിട്ട് വന്നുകൊണ്ട് നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് വന്നു. ഇന്ന് നമ്മളൊരു ആംസ് ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്ന രാജ്യം നിന്ന് നമ്മൾ വൺ ഓഫ് ദ രാജ്യമായി മാറി എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യത്തിലേക്ക് മാറി. എനിക്കൊന്ന് 50,000 കോടി രൂപയുടെ എങ്ങാണ്ട് ഓൾമോസ്റ്റ് 2030 ആകുമ്പോഴത്തേക്ക് നമ്മൾ അത്രമാത്രം ചെയ്യാൻ വേണ്ടിയുള്ള രീതിയിലേക്ക് നമ്മൾ വന്നു. സോ ഇതാണ് രണ്ട് ബിഗ് ചേഞ്ചസ് ആസ് ഫാർ ആസ് ഫോഴ്സസ് കൺസേൺ. ഇനി പ്യൂർലി മിലിറ്ററി ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. കാരണം എനിക്കത് പർട്ടിക്കുലർ ഇൻട്രസ്റ്റ് ഉള്ള എൻ്റെ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഐ എം റിയലി ഇൻട്രസ്റ്റഡ് ഇൻ അവർ ആംഡ് ഫോഴ്സസ്. എൻ്റെ അച്ഛൻ ഒരു എയർഫോഴ്സ് വെറ്ററനായിരുന്നു. ഇപ്പോൾ ചോദിക്കാനുള്ളൊരു കാര്യം, ഈ നിങ്ങൾ ഗ്രൗണ്ട് ഓപ്പറേഷൻസ് നടത്തുമ്പോൾ ഡെഫിനറ്റായിട്ട് ലോക്കൽ അസറ്റ്സിനെ കൾട്ടിവേറ്റ് ചെയ്യാറില്ലേ അവിടെ? അത് നിങ്ങൾക്ക് ഇൻഫർമേഷൻ ലഭിക്കുവാനും ഒക്കെ ആയിട്ട് കശ്മീരിലുള്ളവരെ തന്നെ അതിൻ്റെ ഒരു സ്പെസിഫിക്സിലേക്ക് പോകാതെ അവരുടെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾ എങ്ങനെയാണ് ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരുന്നത്? അവരുടെ ഒരു രഹസ്യ സ്വഭാവം സൂക്ഷിക്കൽ, അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആർമിയുടെ ഫ്രീ ഹാൻഡ് ആയിരുന്നോ അതോ അതിലും ഗവൺമെൻറ്റിൻ്റെ ഓതറൈസേഷനൊക്കെ വേണമായിരുന്നോ? രണ്ടാണെങ്കിലും എങ്ങനെയായിരുന്നു അതൊന്ന് ഹാൻഡിൽ ചെയ്തിരുന്നത്? ഇതൊരു അറിയാനുള്ള കൗതുകം കൊണ്ടുള്ളൊരു ചോദ്യമാണിത്. ഇതിനകത്ത് രണ്ട് രീതിയിലുള്ള ഇൻഫർമേഷൻ തരുന്ന ആളുകളുണ്ടായിരുന്നു ശ്രീ മനോജ്. ഒന്ന്, അവർ സ്വയം ഞാൻ ഇൻഫർമേഷൻ തരുന്ന ആളാണ് എന്ന് പറയുന്ന ആളുകളുണ്ടായിരുന്നു. അതായത് അവരൊരു സോഴ്സ് ആണ്, അവിടുത്തെ ലാംഗ്വേജ് പറഞ്ഞ സോറസ് എന്നായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ആളുകൾ സോറസ്, ഞാൻ സോറസ് ആണ്, അല്ലെങ്കിൽ അവർ പഴയ എക്സ് മിലിറ്റന്റ് ആവാം, അല്ലെങ്കിൽ മിലിറ്റന്റെ ബന്ധു ആവാം, അങ്ങനെ. അപ്പൊ അവരെ ബേസിക് എയിം എന്ന് പറഞ്ഞാൽ കുറച്ച് പൈസ ഉണ്ടാക്കുക എന്നുള്ള രീതിയിലായിരുന്നു അവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും അറിയാം ഈ പുള്ളി ആർമിക്ക് വേണ്ടി വർക്ക് ചെയ്യും, പക്ഷെ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ഇൻപുട്ട് ഒന്നും വരത്തില്ല എന്നും എല്ലാവർക്കും അറിയാം. പക്ഷെ വി യൂസ് ടു കീപ് ദം കൾട്ടിവേറ്റ് ചെയ്തിരിക്കും. കാരണം എന്തെങ്കിലുമൊക്കെ മറ്റ് ന്യൂസ്, മറ്റ് മൂവ്മെന്റ്സിനെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി ഹി യൂസ് ടു കം. അപ്പൊ അവരുടെ ഒരു സെക്യൂരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിൽ വലിയ പ്രോബ്ലം വരുന്നില്ല. കാരണം അവർ അവർ ചില സമയത്ത് ഡബിൾ ഗെയിം ഒക്കെ കളിക്കുന്ന ആളുകളൊക്കെ ആയിരുന്നു. അപ്പുറത്തും ഇപ്പുറത്തും ഡബിൾ ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുക, ഏജന്റ് ആയിട്ടൊക്കെ പോകുന്ന ആളുകളൊക്കെ കാണുന്നത്. പക്ഷെ ഇതല്ലാതെ വേറൊരു രീതിയിലുള്ള ഇൻഫർമേഷൻ തരുന്ന ആൾ, അവർ കംപ്ലീറ്റ്ലി അനോണിമസ് ആയിരിക്കും, ആർക്കും അറിയത്തില്ല, അവർ മുന്നിൽ വരത്തില്ല. അവർ ചിലപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്നിട്ട് ഒരു സെക്കൻഡോ 2 സെക്കൻഡോ മാത്രം നമ്മളെ കണ്ട്, അല്ലെങ്കിൽ പിന്നീട് മൊബൈൽ വന്നപ്പോൾ മൊബൈലിൽ കൂടെ മാത്രം ജസ്റ്റ് ഇത്ര കാര്യങ്ങൾ മാത്രം. അപ്പൊ അതിന്റെ ഒരു ലോജിക് എന്ന് പറഞ്ഞാൽ എനിക്കും അദ്ദേഹത്തിന് മാത്രമേ അറിയാവൂ ഈ ഇൻഫർമേഷൻ ആരാ ഷെയർ. അപ്പൊ ഒരിക്കലും നമ്മളത് ഷെയർ ചെയ്യത്തില്ല പുറത്ത്. ഇപ്പൊ എന്റെ കൂടെ ഓപ്പറേറ്റ് ചെയ്യുന്ന പോലും ചിലപ്പം നമ്മളത് ഷെയർ ചെയ്യത്തില്ല. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ അദ്ദേഹത്തിന്റെ ലൈഫ് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അത് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നതാണ് ഓരോ പീരീഡ് ഓഫ് ടൈം. നമ്മളിൽ വിശ്വാസം കണ്ട് അത് അദ്ദേഹം കൺഫൈഡ് ചെയ്യാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് മാത്രം. അപ്പൊ അതിനകത്ത് തിരിച്ച് അദ്ദേഹം എന്തെങ്കിലും സാമ്പത്തികമായിട്ടൊന്നും പ്രതീക്ഷിക്കത്തില്ല. നമ്മളുമായിട്ടുള്ളൊരു റിലേഷൻ ചിലവർ പിന്നീട് അത് ഡെവലപ്പ് ചെയ്ത് ചിലപ്പം സാമ്പത്തികമായിട്ട് ചെയ്യുന്ന ആളുകളും കാണാം. പക്ഷെ മോർ ഓഫ് ഇറ്റ് ഈസ് പേഴ്സണൽ റിലേഷന്റെ ബേസിലാണ്. അപ്പം ഇതിനകത്ത് അങ്ങനെ ഗവൺമെന്റ് റൂൾസോ അങ്ങനൊന്നുമില്ല. ഇറ്റ് ഇസ് എന്താ പറഞ്ഞ ഒരു പേഴ്സൺ ടു പേഴ്സൺ അതിന്റെ പേഴ്സണാലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനൈസ്ഡ് ഉള്ള ഒരു ഇന്റലിജൻസ് സെറ്റപ്പിന്റെ ഭാഗമായിട്ട് ഇന്റലിജൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഫണ്ടും മറ്റു കാര്യങ്ങളൊക്കെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വരും. അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ഏജൻസിയും പല രീതിയിലുള്ള അസറ്റ്സിനെയൊക്കെ കൾട്ടിവേറ്റ് ചെയ്ത് ആ രീതിയിലും പോറുണ്ട്. ഇനി ഈ ലോക്കൽ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ റിലീജിയസ് ലീഡേഴ്സിന് അവിടെ വലിയ പ്രോമിനൻസ് ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട്, ഇപ്പോഴുമുണ്ട്. കാരണം മതം അവിടെ ഒരു വലിയ വിഷയം തന്നെയാണ്, രാഷ്ട്രീയപരമായിട്ടും അവരുടെ സാമൂഹികപരമായിട്ടും. ഈ റിലീജിയസ് ലീഡേഴ്സുമായിട്ട് ആർമിയുടെ ഇൻട്രാക്ഷൻസ് 370 മുൻപും 370 ശേഷവും എങ്ങനെയാണ്? ബെറ്റർ ആയിട്ടുണ്ടോ, വേഴ്സ് ആയിട്ടുണ്ടോ? ആർമി സംബന്ധിച്ച് ഞാൻ പറഞ്ഞ എനിക്ക് തോന്നുന്നത് വലിയ മാറ്റമില്ല. കാരണം നമ്മൾ അന്നും റിലീജിയസ് ലീഡേഴ്സിനെ നമ്മൾ എപ്പോഴും ഇന്ററാക്ട് ചെയ്യുമായിരുന്നു. കാരണം അങ്ങ് പറഞ്ഞ പോലെ തന്നെ അവർക്ക് നല്ല ഇൻഫ്ലുവൻസ് ഉള്ള ആളുകളാണ് റിലീജിയസ് ലീഡേഴ്സ്. ആൻഡ് റിലീജിയസ് ലീഡേഴ്സിനെ നമ്മൾ ആ രീതിയിൽ റെസ്പെക്ട് കൊടുത്തും അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്തും, ഇപ്പൊ അവര് നമ്മളെ വെൽക്കം ചെയ്തില്ലെങ്കിൽ തന്നെ നമ്മൾ അവരുമായിട്ട് പോവുക, അവിടെ ഇരുന്ന് സംസാരിച്ച് അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ്, പിന്നെ അവർക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമ്മൾ അവരെ കൂടെ നിൽക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യം. കാരണം അവരുടെ ട്രസ്റ്റ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിലേക്ക് വരും. അപ്പൊ അവര് ടോട്ടലി അങ്ങ് ആർമിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചില്ലെങ്കിലും ഇടയ്ക്ക് അവരൊരു മിഡിൽ പാത്ത് എടുക്കാനുള്ള ഒരു സാഹചര്യം നമ്മളവിടെ ഒരുക്കുമായിരുന്നു.
അപ്പൊ എനിക്ക് തോന്നുന്നു അത് ആർട്ടിക്കിൾ 370 കഴിഞ്ഞ് കുറച്ചും കൂടെ അവര് ബോൾഡായിട്ട് പുറത്തു വരാൻ തുടങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് കുറച്ചും കൂടെ ഒരു രീതിയിലേക്ക്. പക്ഷെ ഡെഫിനറ്റ്ലി റിലീജിയസ് ലീഡേഴ്സിന് പിന്നെ ചില റിലീജിയസ് ലീഡേഴ്സ് ഡെഫിനറ്റ്ലി ഒരു എന്താ പറഞ്ഞ മറുപക്ഷത്ത് വേണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതിന് വേണ്ടുള്ള നടപടി നമ്മൾ അങ്ങനെ സ്വീകരിക്കാം. പക്ഷെ ജനറലി അങ്ങനെ ഒരു ഓപ്പൺ ആയിട്ട് എടുക്കുന്ന കുറച്ച് പേരെ കാണത്തുള്ളൂ. അല്ലാതെ മോസ്റ്റ് ഓഫ് ദം അവരുടെ റിലീജിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് തന്നെയാണ് നിന്നിട്ടുള്ളത്. റൈറ്റ്. പിന്നെ ഇനി ഈ ആർട്ടിക്കിൾ 370 നമുക്കൊരു നമ്മൾ ഇപ്പോൾ തന്നെ സാറിൻ്റെ ഒരുപാട് സമയമെടുത്തു, എന്നാൽ പോലും ഈ ടെററിസ്റ്റുകളുടെ ഒരു യങ് ക്രോപ്പ് ഓഫ് ടെററിസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. ചില പോസ്റ്റർ ബോയ്സ് ഉണ്ടായിരുന്നു. ബുർഹാൻ വാനി ആണെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള നായിക് ടിക്കു ഒക്കെ ആണെങ്കിലും നായിക്കു ഒക്കെ ആണെങ്കിലും പോസ്റ്റർ ബോയ്സ് ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വലിയ പ്രചാരം കൊടുക്കുന്ന ഈ പോസ്റ്റർ ബോയ്സിൻ്റെ ഒരു മനഃശാസ്ത്രം എന്താണ്? ഈ പോസ്റ്റർ ബോയ്സിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സോഷ്യൽ മീഡിയയുടെ പ്രൊഡക്റ്റ് ആണ്. 2003 ഞാൻ അവിടെ ഓപ്പറേറ്റ് ചെയ്ത സമയത്ത് ഈ ടെററിസ്റ്റ് അവിടുന്ന് കശ്മീരിൽ നിന്ന് നുഴഞ്ഞു കയറി വന്ന് അവർ കാട്ടിന്റെ ഉള്ളിൽ തന്നെയായിരുന്നു താമസിച്ചത്. അതായത് കാട്ടിന്റെ ഉള്ളിൽ ഒരു ബങ്കർ പോലെ കുഴിച്ച് അതിന്റെ മുകളിൽ ഇതൊക്കെ മണ്ണും ഈ ഇലയൊക്കെ വെച്ച് മൂടി അതിന്റെ എൻട്രൻസ് ചെറിയൊരു എൻട്രൻസ് മാത്രം വെച്ച് അവര് ഏതെങ്കിലും ഒരു വില്ലേജിൽ നിന്ന് ഒരു 100 മീറ്റർ മുകളിൽ, അതായത് വെള്ളമൊക്കെ കിട്ടുന്ന സ്ഥലത്ത് അവർ അണ്ടർഗ്രൗണ്ട് ആയിരുന്നു, ഇൻ ദ ഫോറസ്റ്റ്. അങ്ങനെ മാത്രം ജീവിച്ച ഒരു സമയത്തിലായിരുന്നു ഈ ടെററിസ്റ്റ് ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. പക്ഷെ പിന്നീട് ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നപ്പം ഈ കുറച്ചും കൂടെ ലൈഫ് ഇംപ്രൂവ് ആവാൻ തുടങ്ങിയപ്പം ഈ ടെററിസ്റ്റിന്, ഈ ബുർഹാൻ വാനിയെ പോലുള്ള ടെററിസ്റ്റിന് അവർക്കൊരു അപ്പൊ ആ ഗണ്ണൊക്കെ കാണിക്കാനും മറ്റുള്ള ഒരു എന്താ പറഞ്ഞ ഫ്ലോണ്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി സോഷ്യൽ മീഡിയയിലൂടെ കിട്ടി. അപ്പൊ ആ സോഷ്യൽ മീഡിയയിലുള്ള പോപ്പുലാരിറ്റി, ലൈക്സ് കിട്ടുന്നു. അങ്ങനെ അവരെന്താ വെച്ചാൽ ഈ കാട് വിട്ട് അവര് സിറ്റിയിലേക്ക് വരാൻ തുടങ്ങി. സിറ്റിയിൽ നിന്ന്, കാരണം കാട് വിട്ടിട്ട് മാത്രമേ അവിടെ കണക്ഷനും നെറ്റ്വർക്കും ഒന്നും കാണാത്തോണ്ട് സിറ്റിന്റെ ഉള്ളിൽ വന്നിട്ടാണ് അവർ ഈ കാര്യത്തിലെ രീതിയിൽ അങ്ങനെ ഒരു സ്റ്റേജ് വന്നു. ആ സ്റ്റേജിൽ ധാരാളം മിലിറ്റൻസിനെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റി. ഓൾദോ അവർ ഒരു ടൈമിൽ പോപ്പുലർ ആയെങ്കിലും പക്ഷെ ഇന്റലിജൻസ് കുറച്ചുകൂടെ ഈസി ആയിട്ട് കിട്ടാൻ തുടങ്ങി. കാരണം അവര് ടൗണിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ ഇൻഫർമേഷൻ തരും. ഇപ്പം തിരിച്ച് വീണ്ടും ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഇതാണ് ഈ പഹൽഗാമ കഴിഞ്ഞപ്പോൾ വീണ്ടും അവർ വീണ്ടും കാട്ടിലേക്ക് പോയി. അപ്പൊ ഇപ്പൊ അവർ സോഷ്യൽ മീഡിയയിലൊന്നും വലിയ രീതിയിൽ ആക്റ്റീവ് അല്ല, അവർ മൊബൈൽ പോലും എടുക്കാറില്ല. അപ്പൊ തിരിച്ച് വീണ്ടും റിയലൈസ് ദാറ്റ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവരുടെ ലൈഫ് ഷോർട്ടാന്ന് വെച്ചാൽ അപ്പൊ വീണ്ടും അവർ കാട്ടിലേക്ക് പോയെന്നാണ് ഞാൻ ലേറ്റസ്റ്റ് അറിയുന്നത്. റൈറ്റ്. ഇനി ആർട്ടിക്കിൾ 370 ഒരു ഏതാണ്ട് ഒരുവിധപ്പെട്ട എല്ലാ ഇതും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഈ ആർട്ടിക്കിൾ 370 ശേഷമുള്ള കശ്മീരിൽ ഭീകരവാദത്തിൻ്റെ ഒരു ഭാവി താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? പാകിസ്ഥാൻ്റെയും ഭീകരവാദത്തിൻ്റെ ഒരു ഭാവി, ഫ്യൂച്ചർ, വാട്ട് ഈസ് ദ ഫ്യൂച്ചർ? താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? നമ്മളിത് വളരെ കശ്മീരിനെ സംബന്ധിച്ചുള്ള നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം പ്രഡിക്റ്റ് ചെയ്യാൻ. കാരണം ഓരോ പ്രാവശ്യവും കശ്മീരിൽ പീസ് വരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഉടനെ എന്തെങ്കിലും അവിടെ വലിയ രീതിയിൽ നടക്കും. അതിപ്പോ കാർഗിലായാലും ശരി, അതുപോലെ തന്നെ മുൻപ് പല സമയത്ത് 90s 87 ഇലക്ഷൻ തൊട്ട് തുടങ്ങി കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ കശ്മീരിൽ എല്ലാവരും ഇപ്പൊ എന്താ പീസ് വരുന്നു, സ്റ്റേബിളായി എന്ന് പറയുമ്പോൾ ഉടനെ അവിടുത്തെ സിറ്റുവേഷൻ മാറാൻ വലിയ സമയമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ, അതുപോലെ തന്നെ പല സ്കോളേഴ്സ് ഒക്കെ പറയുന്നത് കശ്മീരിൽ ഒരു കാണുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കത്തില്ല ചിലപ്പോൾ താഴെ നടക്കുന്നത്. അപ്പൊ അത് മാറണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പൊ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ ടെററിസം ഒരു ചെറിയ ലെവലിൽ അത് കണ്ടിന്യൂ തന്നെ ചെയ്തുകൊണ്ടിരിക്കും കുറച്ച് നാളത്തേക്ക്. ഇറ്റ് വിൽ നോട്ട് ഇമ്മീഡിയറ്റ്ലി അത് പെട്ടെന്ന് കഴിയും തോന്നുന്നില്ല. ഒരു ചെറിയ ആക്ഷൻസ് നടക്കും. ഇടയ്ക്ക് ഒരു വലിയൊരു സ്പെക്ടാക്കുലർ കാര്യം അവർ ചെയ്യും, അത് ഷുവറാണ്. അതിപ്പോ പെഹൽഗാം ചെയ്തു. അപ്പൊ അതേപോലുള്ള ഒരു വലിയൊരു സ്പെക്ടാക്കുലർ ആയിട്ടുള്ള, അതായത് ചിലപ്പോൾ ഇവിടുന്ന് പോകുന്ന ആളുകളായിരിക്കും ടാർഗറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഇൻഫ്രാസ്ട്രക്ചറിനെ ടാർഗറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവിടുത്തെ ആർമി കോൺവോയ് അറ്റാക്ക് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും അവർ 100% ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. കാരണം അങ്ങനെയാണ് അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. അപ്പം പക്ഷെ അറ്റ് ദിസ് സ്റ്റേജ് ടെററിസം ടോട്ടലി നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അത് ഒരു പരിധി വരെ നമ്മൾ അതിനെ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി, സെൻസ് ഓഫ് പീസ് ഉണ്ട് എന്ന് ലോക്കൽസിനും ഇവിടുന്ന് പോകുന്ന ആളുകൾക്കും തോന്നുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ അവിടുത്തെ യാഥാർത്ഥ്യം. ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ട്. അപ്പം വരും ദിവസങ്ങളിൽ അതൊരു സ്റ്റേറ്റിലേക്ക് മാറുമ്പോൾ, സ്റ്റേറ്റ് ഹുഡ് കൊടുക്കുമ്പം അവിടെ പിന്നെ രാഷ്ട്രീയം എങ്ങനെ മാറും, ആ രാഷ്ട്രീയം എങ്ങനെ മാറും എന്നുള്ള അടിസ്ഥാനത്തിലാണ് പിന്നെ ഈ ടെററിസം എങ്ങോട്ട് പോകും എന്നുള്ളത്. അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, പഞ്ചാബിലൊക്കെ നടന്ന പോലെ ആ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് വിചാരിച്ചു കഴിഞ്ഞാൽ, ഈ ടെററിസം വേണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് ഇല്ലാതാക്കും. അതിന്റെ ഒരു റീസൺ
പാകിസ്ഥാന്റെ കയ്യിൽ കൂടിയാണ്. കാരണം പാകിസ്ഥാൻ നിലനിൽക്കുന്ന കാലം വരെ അവർ ഇതിനു വേണ്ടി പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. കാരണം അവർ പറഞ്ഞതുപോലെ കശ്മീർ അവരുടെ ജഗ്ലർ വെയിൻ ആണ്, കശ്മീർ അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോൾ കശ്മീരിന്റെ ഇഷ്യൂവിന് അവർ ഒരിക്കലും അത് വിടത്തില്ല. കാരണം അവർക്ക് ഇന്ത്യയെ ഏറ്റവും കൂടുതൽ ഹാം ചെയ്യാൻ പറ്റുന്നത്, ഏറ്റവും കൂടുതൽ നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കാൻ പറ്റുന്നത് അവർ വിചാരിക്കുന്നത് കശ്മീരിലാണ്. അപ്പൊ അതുകൊണ്ട് കശ്മീരിനെ അവർ വിടുക. പക്ഷെ പ്രോബ്ലം ഇപ്പോ പാകിസ്ഥാൻ സ്വയം അവർ കത്തി നരിഞ്ഞ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതായിപ്പോ എനിക്കൊന്ന് ബലൂചിസ്ഥാൻ ഉടനെ തന്നെ അവർ ഫ്രീഡം ആണ് എന്നൊക്കെ ഉള്ള അനൗൺസ്മെന്റ് എനിക്കൊന്ന് ഓഗസ്റ്റ് 11 അവർ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ ഉള്ള ന്യൂസ് വരുന്നത്. സോ ഇപ്പോൾ അറ്റ് ദിസ് മൊമെന്റ് പാകിസ്ഥാൻ സ്വയം ഇത്രമാത്രം പ്രോബ്ലമിലാണ്, അവർക്ക് വലിയ രീതിയിൽ കശ്മീരിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു വാസ്തവമാണ്. ബലൂചിസ്ഥാൻ കത്തുകയാണ്, ഈ എന്താ പറയുക നമ്മുടെ അഫ്ഗാനിസ്ഥാൻ ബോർഡർ കത്തുകയാണ്, അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ഇഷ്യൂ ഉണ്ട്, ഉള്ളിലെ തെഹരീക്ക് താലിബാൻ പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നമുണ്ട്, പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കശ്മീരിൽ പ്രശ്നമുണ്ട്, സാമ്പത്തികമായിട്ട് ഡൗൺ ആണ്, ഡിപ്ലോമസി ആയിട്ട് ഡൗൺ ആണ്, അവരുടെ ഏറ്റവും പോപ്പുലർ ലീഡർ ഇന്ന് ജയിലിലാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യം വലിയൊരു ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അവർ അത്ര രീതിയിലേക്ക് വരത്തില്ലെങ്കിൽ തന്നെയും പാകിസ്ഥാൻ ആയതുകൊണ്ടും പാകിസ്ഥാൻ ആർമി ആയതുകൊണ്ടും അവർ ഇതൊക്കെ ആണെങ്കിലും അവർ എന്തെങ്കിലുമൊക്കെ ചില വികൃതികൾ കാണിക്കും, മിസ്അഡ്വഞ്ചേഴ്സ് ശ്രമിച്ചുകൊണ്ടിരിക്കും, ഡെഫിനറ്റ്ലി കാണിക്കും. അതുകൊണ്ട് നമ്മൾ കെയർഫുൾ ആയിരിക്കണം എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാം. അവസാനത്തെ ഒരു ചോദ്യം സർ, ഈ ആർട്ടിക്കിൾ 370 പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഒരു വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ വിൻഡോ അല്ല, ഒരു ഡോർസ് തന്നെയാണ്, മൾട്ടിപ്പിൾ ഡോർസാണ് കാശ്മീരിൻ്റെ മുമ്പിൽ തുറന്നിരിക്കുന്നത്. ആ വാതായനങ്ങളെല്ലാം തുറന്നിരിക്കുള്ളൂ. പക്ഷെ അത് തിരിച്ചുമുണ്ട്. ഭാരതത്തിന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് അങ്ങോട്ടേക്കും പല സാധ്യതകളുമുണ്ട്. അത്തരത്തിൽ ഒരു ഡെമോഗ്രാഫിക് ചേഞ്ച് അവിടെ കൊണ്ടുവരികയാണെങ്കിൽ, ഇപ്പോൾ കാശ്മീരി പണ്ഡിറ്റുകളെ കൊണ്ടുവരുന്നു, അവിടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും അങ്ങോട്ടേക്ക് കുടിയേറി താമസിക്കുവാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി ഒരു ഡെമോഗ്രാഫിക് ചേഞ്ച്, ഞാൻ ഇപ്പോൾ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള കാര്യമല്ല പറയുന്നത്, മറ്റ് അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഒരുങ്ങുകയാണെങ്കിൽ ഈ ഭീകരവാദം എന്നുള്ളൊരു അവരുടെ പാകിസ്ഥാൻ്റെ ഈ പ്രധാന കയറ്റുമതി വസ്തുവിനെ അതെങ്ങനെ ബാധിക്കും, അതിനെ ഒരു തടയുവാൻ അതുകൊണ്ട് എന്തെങ്കിലും ഒരു സ്ട്രാറ്റജിക് പ്രയോജനം ഉണ്ടാകുമോ, ഒരു തന്ത്രപരമായിട്ടുള്ള? ഇപ്പോൾ ഒരു ഇമ്മീഡിയറ്റ് ഒരു ഫ്യൂച്ചറിൽ അങ്ങനെ ഒരു സംഭവം സാധാരണ നടക്കാൻ സാധ്യത കുറവാണ്. കാരണം ഒരു ഡെമോഗ്രാഫിക് ചേഞ്ച് എന്നുള്ളത് പറഞ്ഞാൽ അത്ര ഈസി അല്ല. കാരണം അതൊരു രീതി, അതുപോലെ തന്നെ ഒരു ഡെമോഗ്രാഫിക് ചേഞ്ച് ഏതെങ്കിലും ഒരു ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് പോളിസി ചേഞ്ച് അങ്ങനെ ഒരു ചെയ്യുമെന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ആ ഒരു രീതി എന്താ പറഞ്ഞ കാരണം അത് നമുക്ക് അവിടുത്തെ ലോക്കൽസിന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള പ്രോബ്ലം വരും. അപ്പൊ അത് നാച്ചുറൽ ആയിട്ട് ചില രീതിയിലേക്കുള്ള കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിന്റെ ഒരു പ്രോഗ്രസ് ആയിട്ട് പോകും. അതൊരു നാച്ചുറൽ എവല്യൂഷൻ ആയിട്ട് തന്നെ പോകും. കാരണം അതിന്റെ അവിടുത്തെ ആളുകൾക്കും അവിടുത്തെ ജനങ്ങൾക്കും കൂടെ ഉപയോഗമുള്ള രീതിയിലാണ് അവിടെ സെറ്റിൽമെന്റ് നടക്കുന്നത്. കശ്മീരി പണ്ഡിതരെ സംബന്ധിച്ചുള്ള 100% അവർക്ക് തിരിച്ചു പോകാനുള്ള എല്ലാ അധികാരമുണ്ട്. അവരവിടെ സെറ്റിൽ ചെയ്യണം എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. അവർക്ക് അവരുടെ പ്രോപ്പർട്ടീസും മറ്റു കാര്യങ്ങളൊക്കെ തിരിച്ചു കൊടുക്കണം എന്നുള്ളതിനകത്ത് നമുക്കൊന്നും ഒരു തർക്കമില്ല. പക്ഷെ അതിനുള്ളൊരു അന്തരീക്ഷം വേണം. അതുപോലെ തന്നെ ഈ കശ്മീരി പണ്ഡിറ്റ് ഇപ്പം മറ്റ് പല ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ലോകത്തെ പല ഭാഗത്തു നിന്നും തിരിച്ചവിടെ വന്ന് സെറ്റിൽ ആവാനുള്ള ഒരു മനസ്സും അവർക്കും വേണം. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. പലരും അങ്ങനെ ഒരു രീതിയിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരു 1-2 ജനറേഷൻ കഴിഞ്ഞപ്പോൾ തിരിച്ചവിടെ എന്തിനാണ് പോകുന്നത് എന്നുള്ള രീതിയിലേക്കുള്ള ചിന്തകളൊക്കെ ഉണ്ട്. പക്ഷെ ഫാക്ട് ഓഫ് ദ മാറ്റർ ഈസ് ഒരു ഫോഴ്സ്ഡ് ഡെമോഗ്രാഫിക് ചേഞ്ച് നല്ലതല്ല. പക്ഷെ ഒരു ഗ്രാജുവൽ ആയിട്ട് അവിടുത്തെ ലോക്കൽസിനും കൂടി ബെനിഫിറ്റ് ആവുന്ന രീതിയിലേക്ക് വരികയാണെങ്കിൽ ഡെമോഗ്രാഫിക് ചേഞ്ച് അല്ല ഞാൻ പറയുന്ന വെച്ചാൽ ഒരു എന്താ പറയുക, ഒരു മോർ ഇന്റഗ്രേഷൻ, അതായത് ഇന്ത്യയിലുള്ള ഏതെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളെ പോലെ നാച്ചുറൽ ആയിട്ട്, അതായത് ഇവിടുന്ന് മലയാളികൾ ഇപ്പം ബോംബെയിൽ പോകുന്നു, അവിടെയും പ്രശ്നമുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും ആ രീതിയിലുള്ള ഒരു എന്താ പറയുക, ഞങ്ങളെ ആരെങ്കിലും ഇൻവേഡ് ചെയ്ത് വന്നു എന്നുള്ള രീതിയിലേക്കുള്ളതല്ല, ഒരു നോർമൽ എന്നുള്ള നിലയിലേക്ക് മാറട്ടെ എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാം. അല്ല, അതാ ഞാൻ ചോദിച്ചത്. ഞാൻ ഈ ഗവൺമെൻറ് കൊണ്ടുവരുന്നതിനേക്കാളും ഞാൻ ഉദ്ദേശിച്ച വികസനത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഒരു വലിയൊരു കമ്പനി അവിടെ തുടങ്ങുന്നു. ഇപ്പോൾ ബീഹാറിലൊക്കെ സ്റ്റീൽ കമ്പനി ഇതൊക്കെ വന്നതിന് ശേഷം അവിടെ അതിൻ്റെ എംപ്ലോയീസായിട്ട് കുറേ പേര് വരുമല്ലോ, പ്രാദേശികവാസികൾ എടുക്കും. അങ്ങനെയുള്ളൊരു നോർമൽ ചേഞ്ച്. ഇപ്പോൾ ട്രിവാൻഡ്രം വളരെ സ്വാഭാവികമായിട്ടാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ നഗരമായിട്ട് ഇപ്പോൾ IT നഗരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്, IT നഗരത്തിൻ്റെ ആൾക്കാർ. അത്തരത്തിലുള്ളൊരു ഡെമോഗ്രാഫിക് ചേഞ്ചാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ഞാൻ പറഞ്ഞല്ലോ, അത് നടക്കും. അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെ ഇപ്പം IT പാർക്ക് വന്നുകൊണ്ട് ട്രിവാൻഡ്രത്തിന് ബെനിഫിറ്റ് വന്നു അല്ലെ? അപ്പൊ അതൊക്കെ ആർക്കും പരാതിയില്ല, ട്രിവാൻഡ്രത്തിന് ബെനിഫിറ്റ്. അപ്പൊ അതേപോലെ നാളെ ഒരു IT പാർക്ക് ശ്രീനഗറിൽ വരികയാണ്. അപ്പൊ അതിനകത്ത് ധാരാളം എംപ്ലോയീസ് വെളിയിൽ നിന്ന് വരികയാണ്. അങ്ങനെയാണെങ്കിൽ ശ്രീനഗറിനും ബെനിഫിറ്റ് ആണ്, ഈ പോകുന്നവർക്കും ബെനിഫിറ്റ് ആണ്. അപ്പൊ അതൊരു പരിധി വരത്തില്ല. അങ്ങനത്തുള്ള നിലയിലാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് നല്ലത് തന്നെയാണ്. ഇനി അവസാനത്തെ ഒരു ചോദ്യം സർ, ഈ ആർട്ടിക്കിൾ 370 റദ്ദ് ചെയ്ത് എടുത്തു മാറ്റിയപ്പോൾ
എനിക്ക് തോന്നുന്നത് കാശ്മീരിൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രതിഷേധമുണ്ടായ സ്ഥലങ്ങളിലൊന്ന് കേരളമാണ്. കേരളത്തിൽ ഈ പ്രതിഷേധിച്ചവരോട് ഒരു സൈനിക ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിലും ഒരു ഭാരതീയൻ എന്നുള്ള നിലയിലും അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഞാൻ സർപ്രൈസ് അല്ല ശ്രീ മനോജ്. ഇവിടെ കേരളത്തിൽ സദ്ദാം ഹുസൈനെ എന്താ പറഞ്ഞ തൂക്കിക്കയറാൻ ഇവിടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. പലസ്തീൻ ഇഷ്യൂവില് ഹമാസിന് ലോകത്ത് വേറെ എങ്ങും ഒരു വേദി കിട്ടിയില്ലെങ്കിലും കേരളത്തിൽ ഡെഫിനറ്റ്ലി ഒരു ഹമാസിന്റെ ലീഡറിന് ഇവിടെ കിട്ടി. അപ്പൊ കേരളത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ കേരളത്തിലും നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് ഏതെങ്കിലും മതത്തിനെ കുറിച്ചല്ല, പക്ഷെ ഈ രീതിയിലുള്ള ചിന്തകൾ, ഈ റാഡിക്കലൈസേഷനിലൂടെ മതത്തിന്റെ പേരിൽ ഈ ചെറുപ്പക്കാരെ മിസ്ഗൈഡ് ചെയ്യുന്ന പ്രവണത കേരളത്തിലുണ്ട്. അത് നമ്മൾ കശ്മീരിൽ കണ്ടതാണ്. അപ്പൊ ആ കശ്മീരിലെ പോലുള്ള ഒരു സ്ഥിതിയിലേക്ക് കേരളത്തിലേക്ക് മാറ്റാൻ പല ശ്രമങ്ങളും പല രാജ്യങ്ങളിലെ ആളുകളും, പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ആളുകളും ചെയ്യും. അത് നമ്മളെ ഭിന്നിപ്പിക്കാനും, നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എത്രമാത്രം വിദ്വേഷ രീതിയിലുള്ള മെസ്സേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ മലയാളികൾ മനസ്സിലാക്കേണ്ടുള്ള അതിനൊരു സ്പേസ് കേരളത്തിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ഒരു കശ്മീർ മോഡൽ ഒരു രീതിയിലേക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ കേരളത്തിൽ നടക്കുന്നത് ഞാൻ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, അത് DGP ആയിട്ട് റിട്ടയർ ആയിട്ടുള്ള ആളുകൾ പോലും പറഞ്ഞിട്ടുണ്ട്. ഒരു ഫെർട്ടൈൽ ഗ്രൗണ്ട് ആണ് ടെററിസ്റ്റിന് കേരളം. പല രീതിയിലുള്ള എവിടെയെങ്കിലും ഒക്കെ ഉള്ള ടെററിസ്റ്റ് ലിങ്ക് നമുക്ക് കേരളത്തിൽ കാണാൻ സാധിക്കുന്നത്. സോ ആസ് എല്ലാ മലയാളികളും, അതിനകത്ത് ജാതി മത വ്യത്യാസം ഒന്നുമില്ലാതെ എല്ലാ മലയാളികളും ഈ ഒരു ആസ്പെക്ട്, കെയർഫുൾ ആയിട്ടിരിക്കുന്ന ഒരു ആസ്പെക്ട് വേണം. റാഡിക്കൽ ആയിട്ടുള്ള തീവ്ര ചിന്തകളിൽ നിന്ന് നമ്മളെ യുവാക്കളെ മാറ്റി നിർത്തണം. അല്ലെങ്കിൽ നമ്മളെ യുവാക്കൾ ഇവിടുന്ന് അഫ്ഗാനിസ്ഥാനിലും ISIS-ലും കശ്മീരിൽ വരെ പോകുന്ന സ്ഥിതി നമ്മൾ കണ്ടിട്ടുണ്ട്. അത് പാടില്ല എന്ന് മാത്രമേ എനിക്ക് പറയാം. കാരണം ഇതിനകത്ത് ഏതെങ്കിലും ഒരു മതത്തിനോ ഒന്നിനോ ഒരു എന്താ പറഞ്ഞ ബെനിഫിറ്റ് ഇല്ല. ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ടോപ്പിക് ഉണ്ട്, പാകിസ്ഥാൻ ഇന്ന് ഏറ്റവും കൂടുതൽ കത്തുകയാണ്. ആ കത്തുന്നത് അവരുടെ തന്നെ പോളിസി കൊണ്ടാണ്. അവര് തന്നെ ഈ ടെററിസമിന് ഒരു സ്റ്റേറ്റ് പോളിസി ആക്കി മാറ്റിയുണ്ട്. അവര് വളർത്തിയ എന്താ പറഞ്ഞ സർപ്പങ്ങൾ ഇന്ന് തിരിച്ചവരെ കുത്തുകയാണ്. അവർക്കത് അഴിച്ചുവിടാൻ പറ്റും. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ആ പാതയിലൂടെ പോകരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം അതിൽ നാശം എല്ലാവർക്കും വരും. ആരും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. ഞാനൊരു പ്രത്യേക മതമാണ് അല്ലെങ്കിൽ ഞാനൊരു ഇതാണ് എന്ന് വിചാരിക്കരുത്. ഇന്ന് ഏറ്റവും കൂടുതൽ ബോംബ് ബ്ലാസ്റ്റ് നടക്കുന്നത് പാകിസ്ഥാനിലാണ്. പാകിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ ബോംബ് ബ്ലാസ്റ്റ് നടക്കുന്നത് പാകിസ്ഥാന്റെ ഈ പള്ളികളിലും അവരുടെ മദ്രസകളിലും അവരുടെ കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്തും സ്ഥാപനത്തിലും ഒക്കെയാണ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുക, ദിസ് ഈസ് എ വെരി ഒരു ഡേഞ്ചറസ് പാത്താണ്. അത് നമ്മൾ കെയർഫുൾ ആയിരിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും വളരെ നന്ദി സർ. എന്തായാലും 1 മണിക്കൂറോളമായി ഇത്രയും സമയം ഞങ്ങളോട് ഒപ്പം ചെലവഴിച്ചതിനും ആർട്ടിക്കിൾ 370 വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ സംസാരിച്ചതിനും, എന്തായാലും ഈ വിഷയത്തെ സംബന്ധിച്ചും ഇനി കൂടുതൽ വിഷയങ്ങളെ സംബന്ധിച്ചും താങ്കളുമായിട്ടുള്ള അഭിമുഖം പ്രേക്ഷകർക്കും എന്തായാലും വളരെ താല്പര്യമുള്ള കാര്യമായിരിക്കും. എന്തായാലും വളരെ നന്ദി സർ. ഇപ്പോൾ ഈ അഭിമുഖം താങ്കളുടെ സമയപരിധിയും കൂടി മാനിച്ച് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. എന്തായാലും വളരെ നന്ദി. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. നമസ്തേ.